എല്ലാവർക്കും നമസ്കാരം. JRCM. എന്തായാലും ഈ ഒരു അവസരത്തിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഡോക്ടർ രാജൻ സാറ് സ്പെഷ്യലായിട്ട് ഇങ്ങനെ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തതിൽ സംസാരിക്കാനായിട്ട് സാധിക്കുന്നതിൽ സാറിനെ പരിചയപ്പെടുത്തി. പേര് രമ്യ രതീഷ് എന്നാണ്. ഞാൻ RCMലേക്ക് ചുവട് വെച്ചത് എൻ്റെ അച്ഛൻ എമറാൾഡ് MK ബാബു സാറ്. അദ്ദേഹം ഒരു ഐഡി തന്നത് കൊണ്ടാണ്, അല്ലാതെ RCMനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ട് വന്ന ഒരാളല്ല. ആരോഗ്യപരമായിട്ട് ഒരുപാട് നേട്ടങ്ങൾ RCMൽ കൂടെ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ഇതിനെക്കുറിച്ച് പഠിക്കാനും അതുപോലെ തന്നെ ഇത് ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു മനസ്സിലൊരു തോന്നൽ വന്നതുകൊണ്ട് RCMലേക്ക് കൂടുതലും ഇൻവോൾവ് ആയതാണ്. അതിനും കാരണക്കാരനായത് ഡോക്ടർ രാജൻ സാർ തന്നെയാണ്. ഈ ഒരു അവസരത്തിൽ സാറിനെ പ്രത്യേകം ഓർക്കുകയാണ്. ഒപ്പം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ലീഡേഴ്സിനെയും പ്രത്യേകം ഓർത്തുകൊണ്ട് നമുക്ക് നമ്മുടെ സെഷനിലേക്ക് പോവാം. അപ്പോ ഇന്ന് ന്യൂട്രിചാർജ് വുമൺ എന്ന് പറയുന്ന ഒരു സെഗ്മെന്റിലേക്കാണ് നമ്മൾ കടക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്കറിയാം, ഒരു കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ആരാണ്? എനിക്കൊരു ഇന്ററാക്റ്റീവ് സെഷൻ ആണ് എപ്പോഴും ഇഷ്ടം. അപ്പൊ അതുകൊണ്ട് നമ്മള് വീഡിയോ ഓണാക്കാൻ പറ്റുന്ന ആളുകൾ ഓണാക്കുക. അതുപോലെ തന്നെ ഇടക്ക് ചാറ്റ് ബോക്സിൽ ഒന്ന് റിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതിന്റെ ഇടയിൽ നമ്മൾ പ്രസന്റേഷനിലേക്ക് പോകുമ്പോൾ ചാറ്റ് ആരും ചെയ്യരുത്. അത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പൊ അതുകൊണ്ട് തന്നെ അല്ലാതെ ചോദിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങളിലേക്ക് പോകാനായിട്ട് പറ്റും. കാരണം ഗിവ് ആൻഡ് ടേക്ക് സിസ്റ്റം ആണ്. നമ്മൾ അങ്ങോട്ട് പറയുമ്പോൾ ഇങ്ങോട്ടും കൂടി ഒരു തിരിച്ച് റെസ്പോൺസ് നമുക്ക് കിട്ടുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റും. ഇപ്പൊ ഞാനൊരു ലെക്ചർ ആയിട്ടുണ്ടായിരുന്ന ഒരാളാണ്. അപ്പൊ ഒരു ക്ലാസ് റൂമിലേക്ക് ആദ്യം ചെന്ന് കഴിയുമ്പോൾ ആ ക്ലാസ്സിലെ കുട്ടികളെല്ലാം നല്ല പോസിറ്റീവ് ആയിട്ടിരിക്കുകയാണ്. നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് അവരെല്ലാത്തിനും ഉത്തരങ്ങൾ നമുക്ക് തരികയാണെങ്കിൽ, അല്ലെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് പറഞ്ഞതാണ്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോം എനിക്ക് കിട്ടിയത്, രണ്ടു വാക്ക് സംസാരിക്കാനായിട്ടും അതുപോലെ ന്യൂട്രിചാർജ് വുമണിനെ കുറിച്ചിട്ടുള്ള ഒരു സെഷൻ അവതരിപ്പിക്കാനായിട്ട് സാധിച്ചതും. അപ്പോ നമുക്കറിയാം, നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ടഭിപ്രായം ഉണ്ടാവാറില്ല പൊതുവെ. ഉത്തരവാദിത്വം അച്ഛന്റെ പേരിലാണെങ്കിലും കാര്യങ്ങൾ കൂടുതൽ ചെയ്യുന്നത് ആരാണ്? കുടുംബത്തിലെ സ്ത്രീകളാണല്ലേ. ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ സ്ത്രീകളാണ്. അപ്പോ എക്സ്ട്രാ കെയർ കൊടുക്കുന്ന ആളുകളും ആരാണ്? സ്ത്രീകൾ തന്നെയാണ്. ഇന്നത്തെ കാലഘട്ടത്തില് നമുക്കറിയാം, ഒരു കുടുംബത്തില് ശരിക്കും ഫിസിക്കൽ കപ്പാസിറ്റി കൂടുതലുള്ള ആളുകൾ പുരുഷന്മാരാണ്. ഫിസിക്കലി അവർ ഭയങ്കര ഫിറ്റാ. ലേഡീസിനേക്കാളും കൂടുതൽ ഫിറ്റ് ജെന്റ്സ് ആണ്. പക്ഷെ അവര് മെന്റലി ഫിറ്റ് ആവണം എന്നാണെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു സ്ത്രീ തന്നെ വേണം. അത് അവര് ജനിച്ചു വളർന്ന സാഹചര്യം കൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരു അമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ജന്മം എടുത്തു കഴിഞ്ഞാൽ ആ അമ്മയുടെ ചിന്തകളാണ് ആ കുഞ്ഞിന്റെ മനസ്സിലേക്ക് വരിക. ആ അമ്മ എങ്ങനെയാണ് ആ കുഞ്ഞിനെ വളർത്തുന്നത്, അതിനനുസരിച്ചിരിക്കും ആ കുട്ടി വളർന്ന് വലുതായി അവന്റെ ക്വാളിറ്റി വരാൻ. അപ്പൊ മെന്റൽ കപ്പാസിറ്റി എപ്പോഴും ആരുടെ കയ്യിലായിരിക്കണേ? ഞാൻ പറഞ്ഞ ശരിയല്ല? ഞാൻ പറഞ്ഞ ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെന്നാണെങ്കിൽ ഒന്ന് തംസപ്പ് അടിക്കൂ. ശരിയല്ലേ? ഒരു അമ്മയുടെ ഉദരത്തിൽ ഇരിക്കുമ്പോ തന്നെ അമ്മയുടെ ചിന്തകൾ ആ കുഞ്ഞുങ്ങളിലേക്ക് വരും എന്ന് പറയുമ്പോ, ആ ഒരു അമ്മ ആ കുഞ്ഞിനെ വളർത്തി കൊണ്ടുവരുമ്പോ, ആ സാഹചര്യങ്ങളിൽ കൂടെ ആ കുട്ടി കടന്നു പോകുമ്പോ ആ ചിന്താഗതി ആരിലേക്കും കൂടെ വരും. ശരിയല്ലേ? അപ്പോ ക്വാളിറ്റി ഉള്ളൊരു ക്യാരക്ടറിലേക്ക് ഒരു വ്യക്തി വരണം എന്നാണെങ്കിൽ, ആ വ്യക്തി നല്ല ക്വാളിറ്റി ഉള്ള വ്യക്തിയാണെങ്കിൽ സമൂഹത്തിന് അതൊരു മുതൽക്കൂട്ടായിട്ട് മാറും. അങ്ങനെ വരണം എന്നാണെങ്കിൽ അവിടെ ഒരു സ്ത്രീ അതിന് പിന്നിലുണ്ട്. അപ്പോ ഒരു ഫാമിലിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകളും പുരുഷന്മാരും ഈക്വൽ ആണെന്ന് പറഞ്ഞാലും ഞാൻ ഫെമിനിസ്റ്റ് ഒന്നുമല്ല. ഒരു പടി മുന്നിൽ നമ്മൾ സ്ഥാനം കൊടുക്കേണ്ടത് സ്ത്രീകൾക്ക് തന്നെയാണ്. കാരണം നല്ല ചിന്തകൾ ഒരു സ്ത്രീക്കില്ല എന്നാണെങ്കിൽ ആ കുടുംബത്തിന്റെ താളം തെറ്റും. ഒരു നല്ല രീതിയിൽ നമുക്ക് ആ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ടോപ്പിക് ഞാൻ പറയണത്, ഇനിയും ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വിളിച്ചോളൂ. അവർക്ക് കിട്ടേണ്ടതെല്ലാം ഇന്ന് കിട്ടും. കാരണം ഇത് കുറെ കൂടി നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇന്ന് ശരിക്കും ഈ ന്യൂട്രിചാർജ് വുമൺ എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റ് ചെയ്യുന്ന മിറക്കിൾസ് എന്താണെന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും തിരിച്ചറിയേണ്ടതാണ്. ഒരു കുടുംബത്തില് ഏറ്റവും നല്ല രീതിയിൽ ഫിസിക്കലി ആൻഡ് മെന്റലി ഒരു സ്ത്രീനെ വാർത്തെടുക്കാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള
പ്രഷ്യസ് എന്ന് തന്നെ പറയണം. അത്രയും പ്യുവർ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് എന്ത് നമ്മുടെ ന്യൂട്രിചാർജ് വുമൺ. സ്ഥിരമായിട്ട് കഴിക്കുന്ന ആളുകൾ എത്ര പേരുണ്ടെന്ന് നേരത്തെ ഗിരീഷ് സാറ് ചോദിച്ചു. എങ്കിലും എനിക്കും കൂടെ ഒന്നുകൂടെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് എത്ര പേരുണ്ട് സ്ഥിരമായിട്ട് ന്യൂട്രിചാർജ് വുമൺ കഴിക്കുന്ന ആളുകൾ? ഒത്തിരി ആളുകളുണ്ട്. വളരെ 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 സന്തോഷം. ഇനി നിങ്ങൾ എല്ലാവരും ഹാൻഡ്സ് ഡൗൺ. ഇവിടെയുള്ള പുരുഷന്മാരോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, നിങ്ങളുടെ ഭാര്യമാർക്ക് സ്ഥിരമായിട്ട് ഒരു മാസം പോലും മുടങ്ങാതെ ന്യൂട്രിചാർജ് വുമൺ വാങ്ങിച്ചു കൊടുക്കുന്ന എത്ര പുരുഷന്മാര് ഈ കൂട്ടത്തിലുണ്ട്? എനിക്ക് നിങ്ങളോടാ ചോദിക്കാനുള്ളത്. സുരാഗ് സാറുണ്ട്, രാജേഷ് സാറുണ്ട്, ഒത്തിരി ആളുകൾ കൈവക്കുന്നുണ്ട്. ഇനി കൈവക്കാത്ത ആളുകൾ ഉണ്ടെന്നാണെങ്കിൽ ഇത് കാണണം. കാരണം നമ്മൾ നമ്മുടെ കുടുംബത്തിനോട് കൂടുതൽ ഉത്തരവാദിത്തം കൊടുക്കേണ്ട ആളുകളാണ്. ആ കുടുംബത്തിൽ ഉത്തരവാദിത്തം കൊടുക്കണമെന്നാണെങ്കിൽ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ ഒരു പൈസ പോലും വാങ്ങാതെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തു തരുന്ന ഒരു പാവം ആ വീടിന്റെ മൂലയ്ക്ക് എവിടേക്കോ ഉണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അപ്പോ നമ്മളുടെ കുടുംബത്തിലെ ബാക്കി എല്ലാവർക്കും കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ബാക്കി എല്ലാം വാങ്ങിച്ചു കഴിഞ്ഞിട്ട് പൈസ ഉണ്ടെങ്കിൽ ന്യൂട്രിചാർജ് വുമൺ വാങ്ങിച്ചു കൊടുക്കാന്ന് ആരും ഇവിടെ വിചാരിക്കണ്ട. ന്യൂട്രിചാർജ് വുമണിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത് നമ്മുടെ കുടുംബത്തിലെ സ്ത്രീകൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ന്യൂട്രിചാർജ് വുമൺ വാങ്ങിക്കൊടുക്കാൻ എല്ലാവരും തയ്യാറാവുക. അപ്പൊ ഇന്ന് കുറെ ആളുകൾ പുതിയതായിട്ട് ഈ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുണ്ട്. അപ്പൊ അവർ വിചാരിക്കുന്നുണ്ടാവും ഇവിടെ കുറെ സ്ത്രീകളും ന്യൂട്രിചാർജ് വുമൺ വാങ്ങി കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് കൈ പൊക്കുന്നുണ്ട്, കുറെ പുരുഷന്മാരും ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ് കൈ പൊക്കുന്നുണ്ട്. ഇനി എന്താണ് ഈ സാധനം? നമുക്ക് പോവാം അല്ലെ, പതുക്കെ ഒന്ന് ന്യൂട്രിചാർജ് വുമണിലേക്ക് പോവാം. എന്തായാലും നമ്മുടെ എസ്പെഷ്യലി ഇന്ന് സ്ത്രീകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് സ്ത്രീകൾക്ക് വേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു സ്ത്രീക്ക് അൾട്ടിമേറ്റ് ആയിട്ട് എന്നും വേണ്ടുന്ന കാര്യങ്ങളാണ് പ്രോട്ടീൻ വേണം, വൈറ്റമിൻസ് വേണം. വൈറ്റമിൻസിൽ തന്നെ വൈറ്റമിൻ B9 B12 നിർബന്ധമായിട്ടും വേണ്ടതാണ്. അതുപോലെ തന്നെ കാൽഷ്യം വേണം, വൈറ്റമിൻ D വേണം, ഇതും നിർബന്ധമായിട്ട് വേണ്ടതാണ്. അപ്പോ ഇതിനെയൊക്കെ കുറിച്ചിട്ട് ഇന്ന് നമ്മൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് പോകും. അപ്പോ ഇന്ന് നമ്മുടെ ടോപ്പിക് ന്യൂട്രിചാർജ് വുമൺ ആണ്. ഞാൻ ഇന്ന് പ്രസന്റേഷൻ ഷെയർ ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ കുടുംബത്തിൽ എല്ലാവർക്കും ഉത്തരവാദിത്വം ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കേണ്ടത് ആർക്കാണ്? ഏറ്റവും കൂടുതൽ കെയർ കൊടുക്കേണ്ടത് ആർക്കാണ്? സ്ത്രീകൾക്കാണ്. പുരുഷന്മാര് കെയർ കൊടുത്തില്ലെങ്കിലും നിങ്ങൾ അയ്യോ എന്റെ ഭർത്താവ് നോക്കണില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ നോക്കണ്ട. നമ്മൾ നമ്മുടെ ഭർത്താവിനെ നോക്കണം, നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കണം, ഭർത്താവിന്റെ അച്ഛനെ നോക്കണം, ഭർത്താവിന്റെ അമ്മേനെ നോക്കണം. ഇനി നമ്മുടെ ഫാമിലിയിൽ വേറെ ആരും നമ്മുടെ അച്ഛനെ അമ്മേനെ നോക്കാനില്ലെങ്കിൽ നമ്മൾ ഓടിപ്പോയിട്ട് അവരൊക്കെ നോക്കാനുള്ളതാ. ഇവരൊക്കെ നോക്കേണ്ട ആളാരാ? നമ്മളാ. അപ്പൊ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഒരു സ്ത്രീക്കാണ്, ശരിയല്ലേ? അപ്പൊ എന്തായാലും ഞാൻ ആ പ്രസന്റേഷനിലേക്ക് ഒന്ന് പോവാണ്. ഇത് ഡോക്ടർ രാജൻ സാറ് ഷെയർ ചെയ്ത ഒരു സ്ലൈഡാണ്. എന്തായാലും ഇതിനകത്ത് അഡീഷൻസ് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ സാറ് ചെയ്തോളാൻ പറഞ്ഞു. പക്ഷെ ഇത്രയും ഭംഗിയായിട്ടുള്ള സ്ലൈഡ്സ് ആയതുകൊണ്ട് അതിനകത്തൊന്നും ആഡ് ചെയ്യാനായിട്ട് തോന്നിയില്ല. അപ്പൊ എന്തായാലും ഇതിന് ശേഷം 2-3 ഫോട്ടോസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോ നമ്മള് നോക്കുക, ന്യൂട്രിചാർജ് വുമണിലേക്കാണ് നമ്മൾ പോണത്. നമുക്കറിയാം ആരോഗ്യം എന്ന് പറയുന്നത് ശരിക്കും ഒരു വ്യക്തിനെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും വലിയ ധനം എന്താണ്? ആരോഗ്യമാണല്ലേ. എല്ലാവർക്കും വേണം ആരോഗ്യം. ആരോഗ്യം ഇല്ലാന്നാണെങ്കിൽ എത്ര പൈസ ഉണ്ടെന്നാണെങ്കിലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം നോക്കൂ, ഒരു കുട്ടിയുടെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് അതിന് പൂർണ്ണസ്ഥിതിയിലേക്ക് വരണ ഒരവസ്ഥയിൽ അത് വീണ്ടും തിരിച്ച് നമ്മുടെ കയ്യിൽ നിന്ന് പോയൊരു ന്യൂസ് നമ്മൾ കണ്ടിരുന്നു. എത്രയൊക്കെ നമ്മുടെ കയ്യിൽ സമ്പാദ്യം ഉണ്ടെന്നാണെങ്കിലും നമുക്ക് ആരോഗ്യം ഇല്ലെന്നാണെങ്കിൽ ഒന്നുമില്ല എന്നുള്ളതൊരു സത്യം തന്നെയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ വേണം? നല്ല വായു വേണം, വെള്ളം വേണം, ന്യൂട്രീഷൻ അടങ്ങിയ ഭക്ഷണങ്ങൾ വേണം, നമ്മൾ വ്യായാമം ചെയ്യണം, നമുക്ക് സ്ട്രെസ് ഇല്ലാത്ത ഒരു നല്ല ജീവിതം വേണം, നല്ല റെസ്റ്റ് വേണം. അപ്പൊ ചിന്തിക്കണ്ട, ഉവ്വ് ഇതൊക്കെ കിട്ടിയത് തന്നെ. നമ്മുടെ സാഹചര്യത്തിൽ ഇതൊക്കെ കിട്ടാനായിട്ട് നല്ല എയർ കിട്ടണമെന്നാണെങ്കിൽ ഗിരീഷ് സാറൊക്കെ താമസിക്കുന്ന പോലെ നല്ല എന്താ പറയാ ഹൈ റേഞ്ച് ഏരിയയിലൊക്കെ പോയാൽ നല്ല വെള്ളവും നല്ല വായു ഒക്കെ നമുക്ക് കിട്ടും. ഇനി ന്യൂട്രീഷൻ ഫുഡ് കിട്ടണം എന്നാണെങ്കിൽ ഇതുപോലെ നല്ല കൃഷിയൊക്കെ ചെയ്യുന്ന ഇടങ്ങളിലൊക്കെ പോയിട്ട് നമ്മൾ ഭക്ഷണങ്ങളൊക്കെ മേടിച്ച് കഴിക്കുന്നത് പ്യുവർ ആണെന്ന് നമുക്ക് ഉറപ്പ് വരുത്തുകയും വേണം. വ്യായാമം ആകെ 2 സെക്കൻഡ് എടുത്തുകൊണ്ട് വല്ലതേക്കും കുളിയും കഴിഞ്ഞ് ഓടിപ്പോണ നമ്മൾക്ക് എവിടെന്നാ വ്യായാമം ചെയ്യാനുള്ള സമയം അല്ലെ? ഇനി സ്ട്രെസ് ഇല്ലാത്തൊരു ജീവിതം സ്വപ്നങ്ങളിൽ മാത്രം എന്ന് പല ആളുകളും പറയാറുണ്ട്. അതും നമുക്ക് പക്ഷെ നമ്മുടെ ലൈഫിൽ വേണ്ടുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്. ഇനി അടുത്തതാണ്
ഇന്ന് വേണ്ട സമയത്ത് ഇല്ലാത്തതും വേണ്ടാത്ത സമയത്തും വരണതായിട്ടുള്ള ഒരു സാധനം റെസ്റ്റ്. ഉറങ്ങണ്ടാത്ത സമയത്ത് ഇരുന്ന് ഉറങ്ങും, ഉറങ്ങേണ്ട സമയത്ത് രണ്ട് കണ്ണും വീഴ്ചിരിക്കും. ഇതാണ് ഇന്നത്തെ അവസ്ഥ അല്ലെ? പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടതെല്ലാം ഇതെല്ലാമാണ്. ഇനി നമുക്ക് നോക്ക്, വർക്ക് പ്രഷർ കൊണ്ട് സ്ട്രെസ് കൂടുതലാണ്, കോമ്പറ്റീഷൻ കാരണം എങ്ങും എത്താനായിട്ട് പറ്റണില്ല. നമ്മുടെ ജോലി എല്ലാത്തിന്റെയും പുറകെ ഗിരീഷ് സാർ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, തിരക്കാണ്. രാജൻ സാറ് പറയണ പോലെ, നമ്മുടെ ഹേമന്ത് സാറ് പറയണ പോലെ എല്ലാവർക്കും തിരക്കാണ്, ഓട്ടമാണ്. ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള ഓട്ടത്തിൽ പലപ്പോഴും ജീവിക്കാൻ മറന്നു പോകുന്ന ആളുകളാണ് മനുഷ്യര്. സ്ട്രെസ് ഒന്നും പറയണ്ട. അതുപോലെ ഇന്ന് നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോൺ കൂടെ ഉള്ളത് കാരണം ഇങ്ങനെ സിനിമ കണ്ടിരുന്ന്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കണ്ടിരുന്ന്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ടെൻഷൻ അടിച്ചിരുന്ന് ഫോൺ നോക്കി 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 ലേറ്റ് ആയിട്ട് ഉറങ്ങി, നേരത്തെ എഴുന്നേക്കാതെയും ചിലപ്പോ ഉറക്കം കൂടുതൽ കിട്ടാതെയൊക്കെ വരുന്ന ഒരു ലൈഫ് സ്റ്റൈലാണ് നമ്മളുടെ. അതുപോലെ തന്നെ പല ആളുകൾക്കും പല പല അഡിക്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ടോക്സിൻസ് ഒരുപാട് ശരീരത്തിലേക്ക് പോകുന്നുണ്ട്. അതുപോലെ എക്സസൈസ് ചെയ്യാൻ സമയമില്ലാതെയൊക്കെ വരണ ഒരു ബിസി ആയിട്ടുള്ള ജീവിതത്തിൽ കൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, നമ്മുടെ ചുറ്റുമുള്ള വായു നോക്കുകയാണെങ്കിൽ അത് മുഴുവൻ മലിനമാണ്. വെള്ളം നോക്കുകയാണെങ്കിൽ വെള്ളം മുഴുവൻ മലിനമാണ്, പൊല്യൂഷൻ ആണ് ചുറ്റും എല്ലായിടത്തേക്കും. ഇപ്പൊ ഫ്ലാറ്റുകളൊക്കെ കൂടുതലാണ്. ഇവരൊക്കെ ഡ്രെയിനേജ് എല്ലാം വരുന്നത് എങ്ങോട്ടാ? ഇതൊക്കെ നമ്മൾ ആലോചിച്ചാൽ മതി. നമ്മുടെ ചുറ്റും എന്നും എന്താണ്? പൊല്യൂഷൻ മാത്രമേ നമുക്ക് കാണാനായിട്ടുള്ളൂ. അതുപോലെ ഇതിനെ അടുത്തടുത്തുനിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളും നോക്കുക. അൺഹെൽത്തി ആയിട്ടുള്ള പല സാധനങ്ങളും ആണ് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് മേടിച്ചു കൊടുക്കുന്നതും നമ്മൾ കഴിക്കുന്നതും. എത്രയൊക്കെ നമ്മൾ വേണ്ട എന്ന് പറഞ്ഞാലും പല സാഹചര്യങ്ങളിലും നമ്മൾ ഇതിനൊക്കെ അടിമപ്പെട്ടു പോകും. നമ്മൾ അൺഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലിൽ കൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ മെമ്മറി ലോസ് ആകും, നമുക്ക് ഡയബറ്റിക്സ് പോലെയുള്ള ജീവിതശൈലി രോഗങ്ങളിലേക്ക് നമ്മൾ പോകും. മുട്ടിന് നമുക്കറിയാം പല സ്ഥലങ്ങളിലും. ഞാൻ എറണാകുളം ജില്ലക്കാരിയാണ്. എന്റെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ പേഷ്യൻസ് ഉള്ളൊരു നാടാണ് എറണാകുളം ജില്ല. ഇനി നല്ല വായു കിട്ടുന്ന സ്ഥലങ്ങളിൽ പോലും, ഇപ്പൊ ഞാൻ പറഞ്ഞു ചാലക്കുടി നല്ല വായു കിട്ടുന്ന സ്ഥലമാണെന്ന്. ചാലക്കുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിരപ്പള്ളി റൂട്ട്. അത് മാത്രമല്ല, വയനാട്, അതുപോലെ പല പല സ്ഥലങ്ങള്, ഹൈ റേഞ്ച് ഏരിയയിലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നല്ല വായു ഒക്കെ കിട്ടണമെന്ന് പറഞ്ഞാലും ഇന്ന് അവിടെയും ക്യാൻസർ പേഷ്യൻസ് കൂടുതലാണ്. കാരണം എന്താ? അവർ കഴിക്കുന്ന ഭക്ഷണ രീതികളായതുകൊണ്ട്. അതുപോലെ വിഷൻ, പണ്ടൊക്കെ കണ്ണട വെച്ച ഒരാളെ കണ്ടു കഴിഞ്ഞാൽ സ്റ്റൈലാണെന്ന് പറഞ്ഞ് നമ്മൾ ഓടിച്ചെല്ലും. ആകെ നിസ്സാര ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് ചെറിയ കുട്ടികൾക്ക് പോലും കണ്ണട വെക്കുന്ന ആ ഒരു രീതിയിലേക്ക് പോവാണ്. കാരണം എന്താ? കണ്ണിന് കാഴ്ച കുറയുന്നു. അതുപോലെ തന്നെ പ്രായമാകുന്നതിന് മുന്നേ തന്നെ പ്രായമാകുന്ന അവസ്ഥ, ഏജ് കൂടുന്നതിന് മുന്നേ തന്നെ മൈഗ്രെയിൻ ഉള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തൊരവസ്ഥയാണെന്നുള്ളത് അവർക്കറിയാം. എനിക്ക് മൈഗ്രെയിൻ ഉണ്ടായിരുന്ന ഒരാളാണ്. തല തല്ലി പൊളിച്ചു പോകും, നമുക്ക് കളയാനായിട്ട് തോന്നുന്ന ഒരു അവസ്ഥയാണ് മൈഗ്രെയിൻ. അതുപോലെ കാർഡിയോ വാസ്കുലർ ആയിട്ടുള്ള ഡിസോർഡേഴ്സ്, ഇന്ന് ഏറ്റവും കൂടുതൽ ഹാർട്ട് ബ്ലോക്ക്, അറ്റാക്ക്, ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ആളുകൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ആർത്രൈറ്റിസ്, തേയ്മാനം. ഇപ്പൊ ചില ഇതിലാണെങ്കിലും കളിയാക്കണ കാണാം, ആഫ്റ്റർ 30, 30 വയസ്സ് കഴിഞ്ഞാൽ 90s കിഡ്സ് അങ്ങോട്ട് തിരിഞ്ഞാൽ അപ്പൊ നടുവൊടിയുന്നു, ഇങ്ങോട്ട് തിരിഞ്ഞാൽ അപ്പോ കഴുത്തൊളുക്കുന്നു. ഇങ്ങനെ പല പല കാര്യങ്ങളും നമ്മൾ കാണാറുണ്ട്. ആർത്രൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങൾ ഇന്ന് ഏറ്റവും കൂടുതൽ വരുന്നത് നമ്മളുടെ ഈ പറഞ്ഞ നേരത്തെ കാണിച്ചു തന്ന ജീവിതശൈലി എന്നാണ്. അപ്പൊ ഇതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു അസുഖം വന്നാൽ ഓടി നമ്മൾ ഡോക്ടറെ അടുത്ത് പോകും. ഡോക്ടർ നമുക്ക് മരുന്ന് തരും. ഡോക്ടർ മരുന്ന് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാന്നുള്ളത് നമുക്ക് കാണാം. എന്തായാലും നമ്മൾ എപ്പോഴാണ് ഒരു ഡോക്ടറെ അടുത്തേക്ക് പോവുക? നമ്മുടെ സെല്ല് ഡാമേജ് ആയി കഴിഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ ഒരു ആരോഗ്യ പ്രശ്നം വന്നു കഴിയുമ്പോഴാണ്. നമ്മൾ ഏറ്റവും അവസാനം അറ്റപറ്റ ആവുമ്പോഴാണ് പലപ്പോഴും പല ആളുകളും ആസ്പത്രിയിലേക്ക് ഡോക്ടറിനെ കാണാനായിട്ട് ചെല്ലുക. അപ്പോ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആയി പോയിട്ടുണ്ടാവും. പക്ഷെ ഇതിനു മുന്നേ നമ്മൾ ഒരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ ഒരിക്കലും നമ്മളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടി വരില്ലായിരുന്നു. ഇനി മരുന്ന് നമ്മൾക്ക് എന്തിനു വേണ്ടിയിട്ടാ? അസുഖങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇനി സിക്നസ്സും ഉണ്ട്, വെൽനസ്സും ഉണ്ട്. നമ്മൾ ഇതിൽ ഏത് വരാനാണ് ആഗ്രഹിക്കുന്നത്? സിക്നസ് വന്നു കഴിഞ്ഞാൽ, അതായത് വയ്യായിക വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മരുന്ന് തരും അല്ലെ? മരുന്ന് നമുക്ക് ഡിസീസ്, നമ്മുടെ അസുഖങ്ങളെ ഒന്ന് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? മരുന്ന് നമുക്ക് ഡിസീസിനെ മാനേജ് ചെയ്യണം എന്നാണെങ്കിൽ നമ്മൾ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് പോകും. ട്രീറ്റ്മെന്റിന് വേണ്ടി പോയി ഹോസ്പിറ്റലൊക്കെ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ള ആളുകളെ ആശ്രയിക്കേണ്ടി വരും. അതുപോലെ തന്നെ ഡോക്ടർമാർക്ക് ആവശ്യമില്ലാത്ത പൈസ കൊടുത്ത് നമ്മൾ ആവശ്യമില്ലാത്ത മരുന്നുകൾ മേടിച്ച് നമ്മുടെ ഉള്ളില് മര്യാദക്ക് ഉണ്ടായിരുന്ന പല അവയവങ്ങളെയും ഡാമേജ് ആക്കാനായിട്ടുള്ള കെമിക്കലുകൾ നമ്മൾ ഒരുപാട് ഉള്ളിലേക്ക് അങ്ങ് കൊടുക്കും.
സിക്നസ്, നമുക്ക് വയ്യായിക വന്നാലുള്ള അവസ്ഥ ഇതാണ്. ഇനി വെൽനസിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾക്ക് ഫുഡ് സപ്ലിമെന്റ്സ് ആണ് കിട്ടുക. നമ്മളുടെ ഹെൽത്തിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അതെന്താണ്? ഹെൽത്തിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത് എങ്ങനെ? ഒരു പ്രിവെൻഷൻ ആണ് അല്ലെ? അസുഖങ്ങൾ വരാതിരിക്കുക എന്നുള്ളൊരു പ്രിവെന്റീവ് മെഷറാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഫുഡ് സപ്ലിമെന്റ്സ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഒരാളെ ആശ്രയിക്കാതെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഹെൽത്തി ലൈഫിന് വേണ്ടി, ക്വാളിറ്റി ഉള്ള ഒരു ജീവിതത്തിന് വേണ്ടിയിട്ട് നമുക്ക് പേ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ നമ്മുടെ ജീവിതം നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. ഇനി നിങ്ങൾ പറയാം, നിങ്ങൾക്ക് എന്ത് വേണം? സിക്നസ് ആണോ വേണ്ടത്? വെൽനസ് ആണോ വേണ്ടത്? തീരുമാനം അവനവനാണ് എടുക്കേണ്ടത്. കാരണം ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ, ഒരു ഡോക്ടറുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ, ഒരു കുത്ത് വെക്കേണ്ട വന്നു കഴിഞ്ഞാൽ അത് അവനവൻ തന്നെ കൊള്ളണം എന്നുള്ള ഒരു ചിന്ത ആർക്ക് വേണം? അവനവന് തന്നെ വേണം. എങ്കിൽ മാത്രമേ നമുക്ക് ഏത് വേണം എന്നുള്ളൊരു നല്ല ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ എനിക്കറിയാം ഇന്ന് വന്നിരിക്കുന്ന എല്ലാവർക്കും വെൽനസിലേക്ക് പോകാനാണ് ഇഷ്ടം. എല്ലാവരും കാണുമ്പോൾ നല്ല സ്മാർട്ടായിട്ട്, നല്ല അടിപൊളിയായിട്ടൊക്കെ നടക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു ഇതായിട്ടാണെങ്കിൽ, നമ്മുടെ ബോഡി നല്ല രീതിയിലാണെങ്കിൽ നമ്മൾ കാണുമ്പോൾ തന്നെ ആ ഒരു ഓറ നമ്മുടെ ചുറ്റും നമുക്ക് ഫീൽ ചെയ്യും, മറ്റുള്ള ആളുകൾക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ്? ആ ഒരു പോസിറ്റിവിറ്റി നമ്മൾക്ക് വരും. അപ്പോൾ ഫുഡ് സപ്ലിമെന്റ്സ് ആണ് വെൽനസിലേക്ക് നമ്മളെ കൊണ്ടുപോകാനായിട്ട് ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ന്യൂട്രീഷൻ, 7 ന്യൂട്രിയൻസ് ആണ് ശരിക്കും ഒരു വെൽനസിലേക്ക് പോകണം എന്നാണെങ്കിൽ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് വേണ്ടത്. അതിൽ ആദ്യത്തെയാണ് വെള്ളം. നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ കിട്ടും, പക്ഷെ നമ്മൾ ഒട്ടും കുടിക്കാത്ത ഒരു സാധനമാണ് വെള്ളം. നല്ലപോലെ നമ്മൾ കുടിക്കണം. ഇനി അടുത്തതാണ് കാർബോഹൈഡ്രേറ്റ്. ഇതും ഇഷ്ടം പോലെ നമുക്ക് കിട്ടും. ഇത് പക്ഷെ ഒരു കാരണവശാലും കൂടുതൽ അളവിലേക്ക് നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലാൻ നമ്മൾ അനുവദിക്കാൻ പാടില്ല. കാർബോഹൈഡ്രേറ്റ് ആണ് രണ്ടാമത്തെ ന്യൂട്രിയന്റ്. ഇനി അടുത്തതാണ് ഫാറ്റ് നമ്മൾക്ക് ഇഷ്ടം പോലെ നമുക്ക് ഭക്ഷണത്തിൽ നിന്ന് കിട്ടാറുണ്ട്. പക്ഷെ എക്സസ് ആയിട്ടുള്ള ഫാറ്റ് വരാതിരിക്കാൻ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ഇനി അടുത്തൊരു സാധനമാണ് പ്രോട്ടീൻ. ഇത് നമ്മൾ കഴിക്കണം എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കും. ശരീരം ഏറ്റവും കൂടുതൽ ഇത് വേണം, എനിക്കിത് തരണം എന്നുള്ളത് ശരീരം ആഗ്രഹിക്കും. പക്ഷെ നമ്മളത് പലപ്പോഴും കൊടുക്കാറില്ല. പ്രോട്ടീൻ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. എല്ലാവർക്കും, ഒരു സ്ത്രീക്കാണെങ്കിലും ഒരു പുരുഷനാണെങ്കിലും ശരീരത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ടുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ന്യൂട്രിയന്റ് ആണ് പ്രോട്ടീൻ. അടുത്തതാണ് വൈറ്റമിൻ. നമുക്കറിയാം വൈറ്റമിൻസ് നമ്മുടെ ശരീരത്തിന് നമുക്ക് അത്യാവശ്യമുള്ളതാണ്. ഇനി അടുത്തതാണ് മിനറൽസ് ആണ് അടുത്തത്. അതിനുശേഷമാണ് മിനറൽസ് ആണ് അടുത്തത് വരുന്നത്. മിനറൽസ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി അടുത്തതാണ് ഫൈബർ. ഇത്ര 7 ന്യൂട്രിയൻസ് ആണ് നമ്മുടെ ശരീരത്തിൽ നമുക്ക് മാറ്റിക്കൂടാൻ പറ്റാത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 7 ന്യൂട്രിയൻസ്. ഇനി ന്യൂട്രിചാർജ്, നമുക്കറിയാം RCM എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റിൽ, RCM ശരിക്കും റൈറ്റ് കൺസെപ്റ്റ് മാർക്കറ്റിംഗ് അഥവാ ശരിയായ ഗുണന രീതി എന്ന് പറയും. ഇതില് ഒരുപാട് സെഗ്മെന്റുകൾ നമ്മൾക്ക് ഉണ്ട്. അതില് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു സെഗ്മെന്റ് ആണ് ന്യൂട്രിചാർജ്. കാരണം ന്യൂട്രിചാർജ് നമ്മുടെ ശരീരത്തിലെ പോഷകങ്ങളെ തിരിച്ച് ശരീരത്തിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ ഒരു വെൽനസിലേക്ക് കൊണ്ടുവരാൻ സപ്പോർട്ട് ചെയ്യുന്ന സ്പെഷ്യൽ കാറ്റഗറി പ്രൊഡക്റ്റ് ആണ് ന്യൂട്രിചാർജിലുള്ള സ്പെഷ്യാലിറ്റി പ്രൊഡക്ട്സ്. ഇനി നോക്കാം, ഇതിൽ ന്യൂട്രിചാർജ് വുമൺ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തുകൊണ്ടാണ് ന്യൂട്രിചാർജ് വുമൺ ഇമ്പോർട്ടന്റ് ആവണമെന്നുള്ളത് ഇനിയുള്ള സ്ലൈഡിൽ കൂടെ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ സ്ത്രീകളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞ, ഒരു കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഈസി ആയിട്ട് ചെയ്തു പോകുന്ന ആളുകളാണ് സ്ത്രീകൾ. അവർ ഓടി നടന്ന എല്ലാം കുടുംബത്തിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഇനി ഈ സ്ത്രീകൾക്ക് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസികൾ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും? അവർക്ക് ശരീരത്തിൽ ടയേർഡ്നെസ് ഉണ്ടാവും. അതുപോലെ തന്നെ എന്ത് ചോദിച്ചാലും ദേഷ്യം, അപ്പ ദേഷ്യം വരും. എവിടെയെങ്കിലും പോയി കിടക്കാനായിട്ട്, അതുപോലെ അവർക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നില്ല, ഒരു കാര്യം ചെയ്യാനായിട്ട് തോന്നില്ല. എപ്പോഴും അസുഖങ്ങളിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട്? വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ഉറങ്ങാനായിട്ട് തോന്നുന്നുണ്ട്, വെറുതെ ദേഷ്യം വരുന്നുണ്ട്, വീട്ടിൽ പൊട്ടിത്തെറിക്കുന്നുണ്ട്, ഒരു കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കാനായിട്ട് തോന്നാത്ത ഒരു ഇത്, ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു തൃപ്തി വരായിക, അതുപോലെ തന്നെ എപ്പോഴും വയ്യായിക വരുന്നുണ്ട് എന്നാണെങ്കിൽ ഒരു കാര്യം നമ്മൾ ആലോചിക്കണം, നമ്മൾക്ക് എന്തൊക്കെയോ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസീസ് ഉണ്ട്. ഒരു സ്ത്രീക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരത്തിലേക്ക് വേണ്ടതാണ്
വൈറ്റമിൻസും അതുപോലെ തന്നെ മിനറൽസും അവരെപ്പോഴും എന്ത് വേണം, ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട് നമ്മൾ നോക്കണം. അതുപോലെ ഒരു സ്ത്രീക്കും ഒരു പുരുഷനും റിക്കമെൻഡഡ് ഡയറ്ററി എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് വേണ്ടതല്ല പുരുഷന് വേണ്ടത്, പുരുഷന് വേണ്ടത് സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. സ്ത്രീകൾക്ക് വേണ്ട പലതും പുരുഷന് വേണം എന്നില്ല. കാരണം അവർക്ക് അത്യാവശ്യം അവർ കഴിക്കുന്ന ഭക്ഷണങ്ങൾ കൂടെ ആണെങ്കിലും ഒക്കെ അവർക്കത് കിട്ടിക്കോളും. പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് പോഷകങ്ങളുടെ ആവശ്യകത കൂടുതലാണ്. ഇനി ഇങ്ങനെയുള്ള സാധനങ്ങൾ അപ്പൊ നമുക്ക് ആവശ്യകത കൂടുതലാണ്, പക്ഷെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് പലപ്പോഴും ഈ പോഷകങ്ങൾ കിട്ടാതെ വരുമ്പോ എന്ത് സംഭവിക്കും, നമ്മൾക്ക് ഒരുപാട് കുറവുകൾ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഉണ്ടാവും. അങ്ങനെ കുറവുകൾ വരുമ്പോൾ അതിനെ നികത്താൻ വേണ്ടിയിട്ടാണ് ശരിക്കും 50 ന്യൂട്രിയൻസ് ആയിട്ട് നമുക്ക് വേണ്ടിയിട്ട് ന്യൂട്രിചാർജ് വുമൺ എന്ന് പറയുന്ന ഒരു സപ്ലിമെന്റ്, ന്യൂട്രിചാർജ് സെഗ്മെന്റ് RCMൽ കൂടെ മാത്രം നമുക്ക് തരണം. വേണമെങ്കിൽ ഒന്ന് നിങ്ങൾ അവിടെ ഇരുന്നൊന്ന് കൈയടിച്ചോ, വീട്ടിലുള്ള ആൾക്കാരൊക്കെ ഒന്ന് കേട്ടോട്ടെ. കേട്ട് കഴിയുമ്പോൾ അവർ ചോദിക്കും നീ എന്തിനാണ് കൈയടിക്കണേ, അപ്പൊ പറയണം ന്യൂട്രിചാർജ് വുമണിന് വേണ്ടിയിട്ടാണ് കൈയടിക്കണേ. കാരണം ന്യൂട്രിചാർജ് സെഗ്മെന്റിൽ ഇത്രയും ഭംഗിയുള്ള ഒരു പ്രൊഡക്റ്റ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് തരുന്ന ഒരേ ഒരു ബ്രാൻഡാണ് ന്യൂട്രിചാർജ്. അത് ലോകത്തെങ്ങും ഇത്രയും ക്വാളിറ്റി ഉള്ള സപ്ലിമെന്റ് നമുക്ക് അവൈലബിൾ അല്ല. അപ്പൊ ന്യൂട്രിചാർജ് വുമണിൽ 50 ന്യൂട്രിയൻസ് ആണ്. അതിൽ തന്നെ നമുക്കറിയാം 6 ബൊട്ടാനിക്കൽസ് ഉണ്ട്, 13 സൈറ്റോ ന്യൂട്രിയൻസ് ഉണ്ട്, 13 മിനറൽസ് ഉണ്ട്, 13 വൈറ്റമിൻസ് ഉണ്ട്, 5 അമിനോ ആസിഡ്സ് ഉണ്ട്. 14 വയസ്സ് തുടങ്ങി മേലേക്കുള്ള എല്ലാവർക്കും ഈക്വൽ ആയിട്ട് ഓരോ സ്ത്രീകൾക്കും കഴിക്കാവുന്ന സപ്ലിമെന്റ് ആണ് ന്യൂട്രിചാർജ് വുമൺ. ഡെയിലി കഴിക്കുക, ഡെയിലി. ഇനി പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്ത 14 വയസ്സ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ചെറിയ കുട്ടികൾക്ക് പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രായം തുടങ്ങിയേ നമ്മൾക്ക് കൊടുക്കാവുന്ന ഒരു സപ്ലിമെന്റ് ആണ് ന്യൂട്രിചാർജ് വുമൺ. ഇനി ഈ പോഷകങ്ങളുടെ ന്യൂനത വരുമ്പോൾ പലപ്പോഴും സ്ത്രീകൾ മനസ്സിലാക്കാറില്ല ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നുള്ളത്. ഇപ്പൊ ന്യൂട്രിചാർജ് വുമൺ പോലെയുള്ള സപ്ലിമെന്റുകൾ നമ്മൾ എടുക്കണം എന്ന് നിർബന്ധം ചില ആളുകളോട് പറയാറുണ്ട്. അപ്പൊ അവർ ചിന്തിക്കും എന്തിനു വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മളുടെ ശരീരത്തിന് വേണ്ടുന്ന പോഷകങ്ങള് അടങ്ങിയതല്ല എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് ആദ്യം എല്ലാവർക്കും കൊടുക്കാനായിട്ട് സാധിക്കണം. ന്യൂട്രിചാർജ് വുമണിനെ ആരൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ തയ്യാറാവുന്നുണ്ടോ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ കാണുന്ന ആളുകളുടെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവർ കഴിക്കുന്ന ഭക്ഷണങ്ങളെ കുറിച്ച് നമ്മൾ ആദ്യം ഒന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ന്യൂട്രിചാർജ് വുമണിനെ അവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കാൻ. കാരണം പലപ്പോഴും ഡെഫിഷ്യൻസി വരണത് എങ്ങനെയാണെന്നുള്ളത് ആരും മനസ്സിലാക്കാറില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് നന്നായിട്ട് പഠിക്കുക എല്ലാവരും. ന്യൂട്രിചാർജ് വുമണിൽ 200 mg കാൽഷ്യം ഉണ്ട് നമ്മുടെ എല്ലുകൾക്ക് വേണ്ടിയിട്ട്. ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീയുടെ ശരീരത്തിലെ എല്ലുകൾക്ക് ക്ഷതം സംഭവിച്ചു തുടങ്ങും. നമുക്ക് ഇങ്ങനെ പതുക്കെ 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 അത് എന്താ പറയാ തേയ്മാനത്തിലേക്ക് പോയി തുടങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോ ഫീഡിങ് ചെയ്യണ അമ്മമാരാണെങ്കിൽ, കുഞ്ഞുങ്ങളെ മുലയൂട്ടുന്ന അമ്മമാരാണെങ്കിൽ അവർക്ക് ഇതുപോലെ തന്നെ കുഞ്ഞിന് പാല് കൊടുക്കുമ്പോൾ ബ്രസ്റ്റ് മിൽക്കിൽ കൂടെ ഇവരുടെ കാൽഷ്യം ഒരുപാട് ലോസ് ആവുന്നുണ്ട്. ആ സമയത്തും നമ്മളുടെ ശരീരത്തിൽ നമ്മൾ എക്സ്ട്രാ കാൽഷ്യം എടുത്തില്ല എന്നാണെങ്കിൽ നമ്മൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഭാവിയിൽ ഉണ്ടാവും. ചില ആളുകൾക്ക് എന്താ പറയാ കിടക്കുന്ന സമയത്ത് തന്നെ തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കാൻ പറ്റാത്ത, കിടന്നു കഴിഞ്ഞാൽ എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ നമ്മൾ വിചാരിക്കുന്നത് എന്തുകൊണ്ടാണ് ദൈവമേ ഇങ്ങനെ വരണേ, പക്ഷെ അത് കാൽഷ്യത്തിന്റെ ഡെഫിഷ്യൻസി കൊണ്ടാണെന്നുള്ളത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാറില്ല. നമ്മുടെ എല്ലിന് വേണ്ടിയിട്ടുള്ള 200 mg കാൽഷ്യം റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസ് പ്രകാരം നമുക്ക് ന്യൂട്രിചാർജ് വുമണിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കാൽഷ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു സ്ത്രീനെ സംബന്ധിച്ച്. അത് ന്യൂട്രിചാർജ് വുമണിൽ അടങ്ങിയിട്ടുണ്ട്. ഇനി അടുത്തതാണ് വൈറ്റമിൻ ഡി. ഇനി കാൽഷ്യം അബ്സോർബ് ചെയ്യണം എന്നാണെങ്കിൽ നമുക്ക് എന്ത് വേണം, വൈറ്റമിൻ ഡി വേണം. ഇപ്പൊ ഇതിൽ നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് പാലിൽ അടങ്ങിയിരിക്കുന്ന അത്രയും കാൽഷ്യം എന്തിലുണ്ട്, ന്യൂട്രിചാർജ് വുമണിലുണ്ട്. ചില ആളുകൾക്ക് പാല് കുടിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ പാലിപ്പോ ഏറ്റവും കൂടുതൽ അഡൾട്ടേഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് നമ്മൾ എന്നും സജസ്റ്റ് ചെയ്യാറില്ല. പുല്ല് തിന്ന് വളർന്ന പശുവിന്റെ പാലായിരുന്നെങ്കിൽ പണ്ട് കാലത്ത് കൊടുക്കണോണ്ട് തെറ്റുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് നമുക്കറിയാം കാലിത്തീറ്റ കൊടുത്ത് നമ്മൾക്ക് കിട്ടുന്ന പാല് പോലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആവശ്യമില്ലാത്ത എക്സ്ട്രാ ഗ്രോത്ത് ഹോർമോൺസ് ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് വരും. ഇനി പാലിന്റെ കാര്യം പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പാല് കഴിക്കുന്ന ആളുകൾക്ക് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് പ്രൊലാക്റ്റിന്റെ ഇൻക്രീസ് ഇൻ പ്രൊലാക്റ്റിൻ. അതായത് ശരീരത്തിലെ നമുക്കറിയാം പ്രൊലാക്റ്റിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫീഡിങ് മദറിന് വരേണ്ട ഒരു കണ്ടന്റ് ആണ്. ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ ടൈമിൽ ആണ് അവർക്ക് ഏറ്റവും കൂടുതൽ പ്രൊലാക്റ്റിന്റെ ആവശ്യം. പക്ഷേ അഡോളസന്റ് കുട്ടികൾക്ക് വരെ ബ്രസ്റ്റിൽ മിൽക്ക് വരണ തരത്തിലേക്ക് നമ്മുടെ ശരീരം കൊണ്ടുപോകാനായിട്ട് ഈ പറയുന്ന പാല്
പ്രശ്നക്കാരനാകും. ഒന്ന് ആലോചിക്കുക. അപ്പൊ പാല് കഴിച്ചില്ലെങ്കിൽ നമുക്ക് കാൽഷ്യം കിട്ടില്ല എന്നുള്ള പേടി വേണ്ട. ന്യൂട്രിചാർജ് വുമണിൽ ഒരു ഗ്ലാസ് പാല് കുടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അത്രയുള്ള കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. ഇനി വൈറ്റമിൻ ഡി, ഒരു ടാബ്ലറ്റ് ന്യൂട്രിചാർജ് വുമണിലാണെങ്കിൽ 200 mg കാൽഷ്യം, അത് ഞാൻ പറഞ്ഞു പാല്, ഒരു ഗ്ലാസ് പാലിൽ അടങ്ങിയിരിക്കുന്ന പോലെ തന്നെ. അതുപോലെ തന്നെ വൈറ്റമിൻ ഡി 200 IU, അതായത് ഇന്റർനാഷണൽ യൂണിറ്റ് 200 IU വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട്. കറക്റ്റ് ആയിട്ടുള്ള കാൽഷ്യത്തിന്റെ അബ്സോർപ്ഷന് വേണ്ടിയിട്ട് ശരീരത്തിൽ, വൈറ്റമിൻ ഡി ഉണ്ടെങ്കിൽ മാത്രമേ കാൽഷ്യം കറക്റ്റ് ആയിട്ട് അബ്സോർബ് ആവുള്ളൂ ശരീരത്തിലേക്ക്. അപ്പൊ അതുകൊണ്ട് ഇത് രണ്ടിന്റെയും കൂടി കോമ്പിനേഷൻ ആണ് ന്യൂട്രിചാർജ് വുമൺ. വൈറ്റമിൻ ഡി നമുക്കറിയാം, നമുക്ക് കിട്ടുന്ന ഏറ്റവും നല്ല സോഴ്സ് സൂര്യപ്രകാശമാണ്. പക്ഷെ പലപ്പോഴും നമ്മുടെ ജോലി തിരക്കുകൊണ്ട് നമ്മൾക്ക് അത് മിസ്സായി പോവാറുണ്ട്. ഇപ്പൊ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളാണെങ്കിൽ പോലും നമ്മൾ വെയിലൊക്കെ കൊള്ളിക്കാറുണ്ട്. ഇനി ഒരു ജനിച്ചു വീണ കുഞ്ഞിനെ ആണെങ്കിലും ഇളം വെയിലും പൂക്കുവെയിലൊക്കെ നമ്മൾ കൊള്ളിക്കാറുണ്ട്, വൈറ്റമിൻ ഡി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ പലപ്പോഴും നമ്മുടെ ഈ ഒരു തിരക്കിനിടയിൽ നമുക്കത് കിട്ടാറില്ല. അപ്പൊ അതുകൊണ്ട് സ്ത്രീകൾ ഇനി ഒട്ടും പേടിക്കണം. നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്ക് വൈറ്റമിൻ ഡി കിട്ടാനായിട്ട് ഡെഫിഷ്യൻസി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് ന്യൂട്രിചാർജ് വുമൺ കൊടുക്കാം. ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഇപ്പൊ കാൽഷ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്, വൈറ്റമിൻ ഡി വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു സ്ത്രീയുടെ ശരീരത്തിന്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു കാര്യമുണ്ട്. ഇനി നോക്കുക, എല്ലാ സ്ത്രീകളിലും 2-ൽ-1 എന്തുണ്ട്? അനീമിയ. അതായത് 90% അഡോളസെന്റ് ആയിട്ടുള്ള പെൺകുട്ടികൾക്കും പ്രഗ്നന്റ് ആയിട്ടുള്ള പാല് മുലയൂട്ടുന്ന അമ്മമാർക്കും ഒക്കെ അയൺ ഡെഫിഷ്യൻസി കണ്ടുവരുന്നുണ്ട്. അത് അനീമിയയിലേക്ക് പോകുന്നുണ്ട്. അയൺ ഡെഫിഷ്യൻസി, അയൺ ഇല്ല എന്നാണെങ്കിൽ നമുക്കറിയാം, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീക്ക് ഏറ്റവും കൂടുതലും മുടി കൊഴിച്ചിൽ വരുന്നത് അയൺ കുറയുന്ന സമയത്താണ്. നമ്മളത് ശ്രദ്ധിക്കാറില്ല. അയൺ കുറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ കണ്ടുവരുന്ന സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും വരുന്ന പല അസുഖങ്ങളും അയൺ കുറയുന്നത് കൊണ്ടാണെന്നുള്ളത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാറില്ല. ഈ അയൺ കുറവാണെങ്കിൽ ഗർഭധാരണം പോലും പ്രോപ്പർ ആയിട്ട് നടക്കില്ല. പെൺകുട്ടികൾക്കാണെങ്കിൽ പീരീഡ്സ് ഇറഗുലർ ആയിരിക്കും, അത് കറക്റ്റ് ആയിട്ട് വരാത്ത അവസ്ഥയിലേക്ക് പോകും. അവരെന്നും മൂടിയായിരിക്കും, ഒരു സന്തോഷവും അവർക്ക് ലൈഫിൽ തോന്നില്ല. അതുപോലെ തന്നെ പല 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 അസുഖങ്ങളുടെ ഉള്ളിൽ കൂടെ ഈ സ്ത്രീകള് കടന്നു പോകും. ഇതിനൊക്കെ എന്താണ് നമുക്കൊന്ന് ഫൈറ്റ് ചെയ്യാനുള്ള ഒരു മാർഗം? നമ്മളൊന്ന് ആലോചിക്കാം. ഇനി പീരീഡ്സിന്റെ സമയത്ത് നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ ഒരു 180 ml ബ്ലഡ് ഒരു മെൻസ്ട്രേഷന്റെ ടൈമിൽ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. ഹെവി ബ്ലീഡിങ് ആണെങ്കിൽ നമുക്കറിയാം അവർ ടയേർഡായി പോവും. നല്ല ബ്ലഡാ ശരിക്കും പറഞ്ഞ ഈ ഒരു മെൻസ്ട്രേഷന്റെ ടൈമിൽ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കണേ. അപ്പോ ഈ അനീമിക് ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് അവർക്ക് തീരെ എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകും. അപ്പൊ ഈ ഒരു റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ICMR പറഞ്ഞിരിക്കുന്നത്. അവരുടെ റെക്കമെൻഡഡ് ഡയറ്ററി ആയിട്ട് RDA പ്രകാരം പറഞ്ഞിരിക്കുന്ന 21 mg അയൺ ഒരു ദിവസം ഒരു സ്ത്രീയുടെ ശരീരത്തിൽ നമുക്ക് വേണം. അത് ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് വേണം. അത് കിട്ടുന്നില്ല എന്നാണെങ്കിൽ അവര് തീർച്ചയായിട്ടും അയൺ ഡെഫിഷ്യന്റ് ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ അവര് അനീമിയയിലേക്ക് മാറിപ്പോകും. ഇനി എന്തൊക്കെയാണ് അനീമിയ ഉണ്ടെങ്കിലുള്ള പ്രശ്നങ്ങൾ? മുടി കൊഴിച്ചിൽ, ഞാൻ നേരത്തെ പറഞ്ഞു, മുടി ധാരാളം കൊഴിഞ്ഞു പോകും. ഇഷ്ടം പോലെ നമ്മുടെ മുടി കൊഴിയുന്നുണ്ടെന്നാണെങ്കിൽ അതിലൊരു കാരണം നമ്മൾക്ക് ബ്ലഡ് ലോസ്, അയൺ ഇല്ല എന്നുള്ളതാണ്. ഇനി സ്കിന്നൊക്കെ ഭയങ്കര റഫായിട്ട് ഡള്ളായിട്ടിരിക്കും. എപ്പോഴും നമുക്ക് ചെറിയൊരു കാര്യം വന്നാലും നമ്മൾ പൊട്ടിത്തെറിക്കും. അതുപോലെ എപ്പോഴും ടയർഡ്നെസ് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ, ഫിസിക്കൽ ഡെവലപ്മെന്റ് ഒക്കെ എല്ലാം മുരടിച്ച അവസ്ഥയിലേക്കൊക്കെ നമുക്ക് ഈ ഒരു അനീമിക് ആയിട്ടുള്ള ഒരു സ്ത്രീയുടെ ശരീരം മാറും. കൺവേർഷൻ ആണ്. അൺഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് നമ്മൾ പോകുമ്പോൾ, നമ്മളുടെ അയൺ ഡെഫിഷ്യൻസി നമുക്ക് വന്നു തുടങ്ങുമ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകളിൽ കൂടെ നമ്മൾ കടന്നു പോകും. ഒരു പക്ഷെ നമ്മൾ അറിയാറില്ല ഇത് എന്തുമാത്രം ബുദ്ധിമുട്ടുകൾ ഭാവിയിൽ നമുക്ക് ഉണ്ടാക്കും എന്നുള്ള വസ്തുത നമ്മൾ അറിയാറില്ല. ഇനി പ്രഗ്നൻസിയുടെ ടൈമിലാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞതെന്നാണെങ്കിൽ അബ്നോർമൽ ആയിട്ടുള്ള ഡെലിവറി ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ ഹെവി ബ്ലീഡിങ് ഉണ്ടാവും. അതുപോലെ തന്നെ കുഞ്ഞുങ്ങള് ജനിച്ചു വീണ കുഞ്ഞുങ്ങൾ മരിച്ചു പോകാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അതുപോലെ തന്നെ ജനിച്ചു വീണ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് പ്രോപ്പർ ആവില്ല. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് വെയിറ്റ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ മെച്യൂരിറ്റി, അതായത് അവരുടെ ഡേറ്റ് ആവണതിന് മുന്നേ തന്നെ കുഞ്ഞുങ്ങളെ ഒരു 6 മാസത്തിലും 7 മാസത്തിലും ഒക്കെ കുഞ്ഞുങ്ങളെ പുറത്തേക്ക് എടുക്കേണ്ട അവസ്ഥയിലേക്ക് വരും. പലപ്പോഴും അനീമിക് ആയിട്ടുള്ള സ്ത്രീകൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട്. ഇതൊക്കെ നമ്മൾ
ശരിക്കും ഉണ്ടല്ലോ, ഈ RCMൽ ഇതുപോലെ ഒരു സെഗ്മെന്റ് ഇല്ലായിരുന്നു വെച്ചെങ്കിൽ ഇത്രയും അധികം ആളുകളിലേക്ക് ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് പോവില്ല. എന്നെയൊക്കെ സംബന്ധിച്ചാണെങ്കിൽ ഞാനും ഇതുപോലെ ഒരുപാട് എനിക്കിത് പറയുമ്പോൾ ശരിക്കും ഞാൻ ഇമോഷണൽ ആയി പോകും ഒരു പക്ഷെ. കാരണം എന്താ വെച്ചാല് ഞാൻ ഈ സ്റ്റേജിൽ കൂടെ കടന്നുപോയ ഒരാളാണ്. ഈ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ഒരുപാട് ഉണ്ടായിട്ട് ഇതിനെ തിരിച്ചറിയാതെ, കാരണം എന്ത് കഴിക്കണം, എങ്ങനെയുള്ളത് കഴിക്കണം, ഏത് സമയത്ത് കഴിക്കണം, ഇതൊന്നും അറിയില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് ഡെഫിഷ്യൻസീസ് ശരീരത്തിൽ ഉണ്ടായിരുന്നു. പീരീഡ്സ് ഒക്കെ വല്ല കാലത്തൊക്കെ വരും. ഭയങ്കര ടയർഡ്നെസ്, ആവശ്യമില്ലാത്ത വണ്ണം വെക്കുന്ന ഒരു സിറ്റുവേഷൻ. അതുപോലെ ഇമോഷൻസിനെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പെട്ടെന്ന് കരയും, പെട്ടെന്ന് ദേഷ്യപ്പെടും. ഇങ്ങനെയുള്ളൊരു എന്താ വെറുതേക്ക് ഇരുന്ന് കരയണ അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ എന്തുകൊണ്ടാണെന്നുള്ളത് സത്യത്തിൽ തിരിച്ചറിയാൻ സാധിച്ചത് ശരിക്കും ഈ ഒരു സെഗ്മെന്റ്, ന്യൂട്രിചാർജ് എന്ന് പറയുന്ന സെഗ്മെന്റിൽ ന്യൂട്രിചാർജ് വുമണിനെ കുറിച്ചിട്ടൊക്കെ കൂടുതൽ പഠിക്കാനായിട്ട് തുടങ്ങിയതിന് ശേഷമാണ്. ഇനി ശരിക്കും ഇതിലേക്ക് കടന്നു പോകുമ്പോൾ ഇതിന്റെ ഭീകരതയും കൂടി നമ്മളൊന്ന് മനസ്സിലാക്കണം. കാരണം ഗർഭിണികള്, പ്രോപ്പർ ആയിട്ടുള്ള ഹെൽത്തി അല്ലാത്ത ലേഡീസ് ആണെങ്കിൽ അവർക്ക് ഉണ്ടാവുന്ന കുഞ്ഞുങ്ങള്, അംഗവൈകല്യമുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ ആ ജീവിതകാലം മുഴുവനും ആ ടെൻഷൻ അവർക്ക് ഉണ്ടാവില്ലേ? ആ ജീവിതം മുഴുവൻ പോയില്ലേ കയ്യിൽ നിന്ന്? എന്നെങ്കിലും സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുമോ? ആ കുഞ്ഞിനെ നോക്കി കുടുംബത്തിൽ തന്നെ ഇരിക്കേണ്ട പറ്റില്ലേ? ഇനി എവിടെയെങ്കിലും ഒന്ന് പോകണം എന്നാണെങ്കിൽ അമ്മയുടെ മനസ്സിൽ എന്തായിരിക്കും പെയിൻ? ആ കുഞ്ഞിനെ കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിൽ അവനെ കുറിച്ച് മരിക്കുവോളം ആദ്യമായിരിക്കില്ലേ? നമ്മുടെ കുഞ്ഞു ജീവനോടെ വയ്യാണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾ മരിക്കാൻ പോവുകയാണെങ്കിൽ പോലും നമ്മളുടെ ഉള്ളിൽ ആദ്യം എന്തായിരിക്കും? സത്യത്തിൽ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഇനി നമ്മൾ ശരിക്കും ഭാഗ്യം ചെയ്ത്, ഞാൻ പറയണ RCMൽ വന്നിരിക്കുന്ന ആളുകള് ഭാഗ്യം ചെയ്ത ആളുകളാണ്. ന്യൂട്രിചാർജ് വുമൺ കഴിക്കുന്ന ആളുകൾ ഭാഗ്യം ചെയ്ത ആളുകളാണ്. ന്യൂട്രിചാർജ് വുമൺ ലേഡീസിന്, ഭാര്യമാർക്കും കുട്ടികൾക്കും മേടിച്ചു കൊടുക്കുന്ന ആളുകള് ശരിക്കും ഈശ്വരാനുഗ്രഹമുള്ള ആളുകളാണെന്ന് ഞാൻ പറയും. കാരണം എന്താ, അത് കൊടുക്കാൻ തോന്നിയത് തന്നെ വലിയൊരു ഭാഗ്യ. നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ടുന്ന 21 mg അയൺ, അതും ഫെറസ് ബിസ്ഗ്ലൈസിനേറ്റ്, അതായത് ഏറ്റവും കൂടുതൽ അബ്സോർബിൾ ഫോം ഓഫ് അയൺ ആണ് ഫെറസ് ബിസ്ഗ്ലൈസിനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സാധാരണ നമുക്കറിയാം, അഡോളസെന്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് അംഗൻവാടികളിൽ നിന്നൊക്കെ അയൺ ക്യാപ്സ്യൂൾ കൊടുക്കും. അത് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും അവര് പിറ്റേ ദിവസം അവര് സ്റ്റൂള് പാസ് ചെയ്യുമ്പോൾ, മോഷൻ ചെയ്ത് കഴിയുമ്പോൾ, ടോയ്ലറ്റിലൊക്കെ പോയി കഴിയുമ്പോൾ അറിയാം അതില് ബ്ലാക്കിഷ് കളറിലായിരിക്കും ഇത് പോവുക പുറത്തേക്ക്. പക്ഷെ ഇവിടെ അത് കംപ്ലീറ്റ് അബ്സോർബിൾ അല്ലാത്തത് കൊണ്ടാണ്. അതും സിന്തറ്റിക് ഫോമിലാണ് നമുക്ക് ഇത് കിട്ടുക. പക്ഷെ ഇവിടെ RCMൽ കൂടെ നമ്മുടെ ന്യൂട്രിചാർജ് സെഗ്മെന്റിൽ കൂടെ കിട്ടുന്ന, ന്യൂട്രിചാർജ് വുമണിൽ കിട്ടുന്ന അയൺ എന്ന് പറയുന്നത് ഫെറസ് ബിസ്ഗ്ലൈസിനേറ്റ്, അതായത് കംപ്ലീറ്റ്ലി അബ്സോർബിൾ ഫോം ഓഫ് അയൺ ആണ്. അപ്പൊ അതുകൊണ്ട് ആര് കഴിച്ചാലും അവർക്ക് കൃത്യമായിട്ടുള്ള അളവിൽ ആ 21 mg അയൺ കിട്ടും. അതുപോലെ തന്നെ കോപ്പർ ഉണ്ട് ഇതില്, വൈറ്റമിൻ B6ഉം B12ഉം ഉണ്ട്, ഫോളിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വൈറ്റമിൻ B9 ആണ് ഫോളിക് ആസിഡ് എന്ന് പറയുന്നത്, അതും കൃത്യമായിട്ട് അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ B12 ശരിക്കും ഒരു എസെൻഷ്യൽ ന്യൂട്രിയന്റ് എടുക്കുകയാണെങ്കിൽ ഒരു സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്, ഞാൻ ആദ്യം പറഞ്ഞു, പ്രോട്ടീൻ വേണം, ഡയറ്ററി ഫൈബർ വേണം, അതുപോലെ തന്നെ വേണ്ടതാണ് കാൽഷ്യം, വൈറ്റമിൻ ഡിയും, ഫോളിക് ആസിഡും, വൈറ്റമിൻ B12ഉം. ഒരു കൈയടി ന്യൂട്രിചാർജ് വുമണിന് വേണ്ടിയിട്ട് കൊടുത്തു. കൃത്യമായിട്ട് നമ്മൾക്കിത് കിട്ടുന്നുണ്ട്. ഇനി 6 ബൊട്ടാനിക്കൽസ്, ഇതും കൊണ്ടും തീർന്നില്ല. 6 ബൊട്ടാനിക്കൽസ് ഉണ്ട്. ലൈക്കോപ്പീൻ, അതുപോലെ ല്യൂട്ടീൻ, ഗ്രീൻ ടീ, സ്റ്റാർ ഫ്ലവർ, ഈവനിങ് പ്രിംറോസ്, ഫ്ലാക്സീഡ്, ഇങ്ങനെ 6 ബൊട്ടാനിക്കൽസ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ശരിക്കും എനിക്ക് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഒരു കുട്ടികളില്ലാതിരുന്നിട്ട് ഒരു 4-5 വർഷം ഒരുപാട് സ്ട്രഗിൾ ചെയ്ത ഒരു വ്യക്തിയാണ്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അറിയില്ലായിരുന്നു, എന്റെ പാരന്റ്സിന് അറിയില്ലായിരുന്നു പോഷകങ്ങളുടെ കുറവ് കൊണ്ടാണ് പീരീഡ്സ് ഇറഗുലർ ആയിട്ട് വരണേന്നുള്ളത്. ആ സമയത്ത് ഒരുപാട് ട്രീറ്റ്മെന്റുകൾ എടുത്തു, ലക്ഷക്കണക്കിന് രൂപ ഞാൻ ചെലവാക്കി, ഒരുപാട് ആസ്പത്രികളിൽ കയറി ഇറങ്ങി. അവസാനം ഡോക്ടർമാർ മുദ്ര കുത്തി, ഇയാൾക്ക് കുട്ടികൾ ഉണ്ടാവില്ല. അന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും എന്റെ ഹസ്ബൻഡും വിദേശത്തുണ്ടായിരുന്നിട്ട് എനിക്കിങ്ങനെ ബ്ലീഡിങ് ഇഷ്യൂ ആയിട്ട് ഞാൻ തിരിച്ച് നാട്ടിൽ വന്നു ഒരു ആവശ്യമില്ലാത്തൊരു DNC ചെയ്തു. അതിനുശേഷം ഞാൻ ഒറ്റയ്ക്കാണ് നാട്ടിലേക്ക് വന്നത്. ഡോക്ടറെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നോട് എന്റെ അമ്മയോടും കൂടിയിട്ട് പറഞ്ഞതാണ് എനിക്ക് കുട്ടികൾ ഒരിക്കലും ഉണ്ടാവില്ല എന്നുള്ളത്. അപ്പൊ ആ സമയത്ത് ട്രീറ്റ്മെന്റ് ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ ട്രീറ്റ്മെന്റ് എടുത്തെങ്കിലും എനിക്ക് പ്രത്യേകിച്ച് റിസൾട്ട് ഒന്നും കിട്ടിയില്ല. അന്നത്തെ സമയത്ത് ശരിക്കും എനിക്ക് തന്ന ഒരു സപ്ലിമെന്റിൽ ഉണ്ടായിരുന്ന കണ്ടന്റ് ആണ് സ്റ്റാർ ഫ്ലവർ എക്സ്ട്രാക്റ്റും അതുപോലെ തന്നെ ഈവനിങ് പ്രിംറോസിന്റെ എക്സ്ട്രാക്റ്റും.
ഈ സ്റ്റാർ ഫ്ലവർ എക്സ്ട്രാക്റ്റും ഈവനിങ് പ്രിംറോസിന്റെ എക്സ്ട്രാക്റ്റും ഉള്ള ക്യാപ്സ്യൂളുകൾ എനിക്ക് സെപ്പറേറ്റ് ആണ് ഡോക്ടർ തന്നത്. അതിൽ തന്നെ 15 ക്യാപ്സ്യൂളിന് 280 രൂപയോളം ഞാൻ അന്ന് കൊടുത്തിരുന്നു. 15 ദിവസത്തേക്ക് എഴുതുന്ന ക്യാപ്സ്യൂളിന് 280 രൂപയോളം ഈ സ്റ്റാർ ഫ്ലവർ എക്സ്ട്രാക്റ്റിന്റെ അതുപോലെ തന്നെ ഈവനിങ് പ്രിംറോസ് ഓയിലിന്റെ എക്സ്ട്രാക്റ്റ് ഉള്ള ക്യാപ്സ്യൂളുകൾ കഴിച്ചിരുന്നു ഞാൻ. അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു അറിയാമോ? നമ്മുടെ യൂട്രസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ മാറാനും ഓവുലേഷനെ കറക്റ്റ് ചെയ്യാനും ഹോർമോണൽ ചേഞ്ചസിനെ കറക്റ്റ് ചെയ്യാനും ഒക്കെ ഈ സ്റ്റാർ ഫ്ലവർ അതുപോലെ തന്നെ ഈവനിങ് പ്രിംറോസിന്റെ എക്സ്ട്രാക്റ്റും ഹെൽപ്പ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇതിൽ ഈവനിങ് പ്രിംറോസ് സ്റ്റാർ ഫ്ലവർ നമുക്ക് മെൻസ്ട്രൽ പ്രോബ്ലംസിനെ കറക്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ സ്കിന്നിനെ ഇലാസ്റ്റിസിറ്റി കൂട്ടാനായിട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതുപോലെ ഈവനിങ് പ്രിംറോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4 മണി പൂവിന്റെ എക്സ്ട്രാക്റ്റ് ആണ്. നേരത്തെ നമ്മൾ കണ്ടത് നക്ഷത്ര പൂവാണെങ്കിൽ ഇത് 4 മണി പൂവാണ്. നമുക്കറിയാം പൂക്കളൊക്കെ നമ്മൾ ഇഷ്ടം പോലെ കാണുന്നുണ്ട്, പക്ഷെ ആരെങ്കിലും പൂവ് പോയി പറിച്ചു കഴിക്കുവോ? എനിക്ക് ഇതിനകത്തുനിന്ന് ഈവനിങ് പ്രിംറോസിന്റെ എക്സ്ട്രാക്ട് കിട്ടാൻ വേണ്ടി ആരും പൂവ് പോയി ഒന്നും പറിച്ച് കഴിക്കില്ല, അല്ലെ? പക്ഷെ ഈ സാധനങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ, ഇതിന്റെ എക്സ്ട്രാക്ട് എന്നുള്ള ഗുണങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഫൈബ്രോയിഡ് പോലുള്ള അതുപോലെ PCOD പോലുള്ള ഇഷ്യൂസിനെയൊക്കെ കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇത് നമുക്ക് അറിയില്ല. പക്ഷെ ഡോക്ടർമാരുടെ അടുത്ത് ചെല്ലുമ്പോൾ ഇവര് സെപ്പറേറ്റ് സപ്ലിമെന്റുകൾ നമുക്ക് തരും. അതിനൊക്കെ എത്രയോ രൂപ നമ്മൾ കൊടുക്കണം. പക്ഷെ ഇതെല്ലാം കൂടി ഒറ്റയടിക്ക് നമ്മൾക്ക് ന്യൂട്രിചാർജ് വുമണിൽ കൂടെ കിട്ടുന്നുണ്ട്. ഞാൻ ഇതിന്റെ ഒരു അനുഭവസ്ഥ ആയതുകൊണ്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് കേട്ടോ. അതുപോലെ ഫ്ലാക്സ് സീഡ് നമുക്ക് BP കൊളസ്ട്രോളിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മുടെ പ്രതിരോധ ശക്തി കൂട്ടാനായിട്ടൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അത് മാത്രമല്ല നമ്മുടെ വെയിറ്റ് മാനേജ്മെന്റ്, നമ്മുടെ വെയിറ്റ് കുറയ്ക്കാനും ഒക്കെ ഫ്ലാക്സ് സീഡ് ഒരുപാട് ഉപകാരപ്പെടും. അതുപോലെ തന്നെ നമ്മുടെ മെന്റൽ അലേർട്ട്നെസ്സിന് വേണ്ടിയിട്ട് അതുപോലെ ഫിസിക്കൽ ഫിറ്റ്നസിന് വേണ്ടിയിട്ട് ഇതിനകത്ത് ഗ്രീൻ ടീ ഉണ്ട്, വൈറ്റമിൻ B കോംപ്ലക്സ് ഉണ്ട്, അതുപോലെ വൈറ്റമിൻ C ഉണ്ട്, വൈറ്റമിൻ D ഉണ്ട്, വൈറ്റമിൻ E ഉണ്ട്, കാൽഷ്യം ഉണ്ട്, കോപ്പർ ഉണ്ട്, അയൺ, അയഡിൻ, സിങ്ക്, സെലീനിയം, അതുപോലെയുള്ള ഒരുപാട് നമ്മുടെ ശരീരത്തിൽ വേണ്ടുന്ന ഒരുപാട് പോഷകങ്ങൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇനി നോക്കാം, ന്യൂട്രിചാർജ് വുമണിൽ 13 ഫ്രൂട്ട്സിന്റെ എക്സ്ട്രാക്ട് വരുന്നുണ്ട്. ഇതിനകത്ത് ആപ്പിൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ കുറെ ആളുകൾ കൈപൊക്കില്ല. ഇതിൽ നോക്കി, ഈ ഫോട്ടോയിൽ വല്ല ആപ്പിളിന്റെ ഫോട്ടോയും കൊടുത്തിട്ടുണ്ടോ? ആപ്പിൾ ഇതിനകത്തില്ല. കാരണം ആപ്പിൾ നമുക്ക് മാർക്കറ്റിൽ നിന്ന് ഡെയിലി വാങ്ങിച്ച് കഴിക്കാൻ പറ്റും, ഏത്തപ്പഴം വാങ്ങിച്ച് കഴിക്കാൻ പറ്റും, അതുകൊണ്ട് ഏത്തപ്പഴം ഇതിനകത്തില്ല. ശരിയല്ലേ? ഓറഞ്ച് വാങ്ങിച്ച് കഴിക്കാൻ പറ്റും, അതുകൊണ്ട് ഓറഞ്ച് ഇതിനകത്തില്ല. അപ്പൊ ഡെയിലി നമുക്ക് കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളുടെ ഒന്നും എക്സ്ട്രാക്ട് അല്ല, നമുക്ക് വാങ്ങി കഴിക്കാൻ പറ്റാത്ത എന്നാൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ടുന്ന 13 ഫ്രൂട്ട്സിന്റെ എക്സ്ട്രാക്ട് ആണ് ഇതിൽ അടങ്ങിയിരിക്കണേ. നമ്മളുടെ പ്രിമച്വർ ഏജിങ്, നമ്മൾ പെട്ടെന്ന് വാർദ്ധക്യത്തിലേക്ക് പോവാതിരിക്കാനായിട്ട് സപ്പോർട്ട് ചെയ്യും. ഫ്രൂട്ട്സ് എക്സ്ട്രാക്ട്, ബൊട്ടാനിക്കൽസ്, അമിനോ ആസിഡ്സ്, വൈറ്റമിൻസ്, മിനറൽസ്, ഇതെല്ലാം നമുക്ക് പലതരത്തിൽ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് തരുന്നുണ്ട്. നമ്മുടെ സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റി കൂട്ടാനായിട്ട് നോക്കിക്കേ, വൈറ്റമിൻ എയും സിയും ഡിയും ഇയും B കോംപ്ലക്സും ഒക്കെ ഇതിന് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ മിനറൽസ്, കോപ്പർ, സിങ്ക്, അതുപോലെ തന്നെ ക്രോമിയം, പിന്നെ ബൊട്ടാനിക്കൽസ്, ഈവനിങ് പ്രിംറോസ്, സ്റ്റാർ ഫ്ലവർ, ഫ്ലാക്സീഡ്, അതുപോലെ ല്യൂട്ടീൻ, സൈറ്റോന്യൂട്രിയൻസ്, അവോക്കഡോ, സ്ട്രോബെറി, ഇതൊക്കെ എന്തിനാണ്? നമ്മളുടെ സ്കിന്നിന് വേണ്ടിയിട്ട്. നമ്മളിങ്ങനെ ചൊകാന്നിരിക്കും. സ്ഥിരമായിട്ട് ന്യൂട്രിചാർജ് വുമൺ കഴിക്കുന്ന സ്ത്രീകളുടെ ഫേസിൽ ഒന്ന് നിങ്ങൾ പോയി ഒന്ന് തൊട്ട് നോക്കണം. അപ്പോ ആ തൊട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും അതിന്റെ ആ ഒരു ഒറിജിനാലിറ്റി എന്താണെന്നുള്ളത്, അത് കഴിക്കുമ്പോൾ വരണ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ വരണ വ്യത്യാസം എന്താണെന്നുള്ളത്. അതുപോലെ തന്നെ ഈ ഫ്രൂട്ട് എക്സ്ട്രാക്റ്റും അമിനോ ആസിഡ്സും ഒക്കെ നമുക്ക് പലതരത്തില് അടുത്തൊരു ഗുണം തരുന്നതാണ്. നമ്മുടെ നെയിലിനും ഹെയറിനും, മുടിക്കും നഖങ്ങൾക്കും ഭംഗി കൂട്ടാനായിട്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു സ്ത്രീനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അലട്ടുന്ന കാര്യമാണ് അവളുടെ സ്കിന്നും അതുപോലെ മുടിയും നഖമൊക്കെ. നഖം പൊട്ടിപ്പോണ പ്രശ്നങ്ങളൊക്കെ പലപ്പോഴും സ്ത്രീകൾക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷെ നമ്മൾക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇതിൽ കിട്ടിയിട്ടുണ്ട്, നമ്മളുടെ ന്യൂട്രിചാർജ് വുമണിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതും നമ്മളുടെ ശരിക്കും ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ കൂടെ നമുക്ക് കിട്ടാത്ത പല കണ്ടന്റുകളുമാണ്. ന്യൂട്രിചാർജ് വുമൺ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരു സ്ത്രീക്ക് അവരുടെ നെയില്, അതേപോലെ നഖങ്ങളും മുടിയും നല്ല രീതിയിൽ നല്ല ക്വാളിറ്റി ഉള്ള ഹെയർ വരാനായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബയോട്ടിനൊക്കെ അതിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, സെലീനിയോ ബയോട്ടിനൊക്കെ അതിന് വളരെ അധികം പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ സെപ്പറേറ്റ് ക്യാപ്സ്യൂളുകളായിട്ട് നമുക്ക് ഓപ്പൺ മാർക്കറ്റിൽ കിട്ടും. പക്ഷെ ഇതെല്ലാം കൂടി ഒറ്റയടിക്ക് നമുക്ക് ന്യൂട്രിചാർജ് വുമണിൽ കൂടെ നമ്മൾക്ക് മാത്രം, നമ്മുടെ സ്വകാര്യ അഹങ്കാരമായിട്ട് നമ്മൾക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ന്യൂട്രിചാർജ് വുമണിൽ കൂടെ കിട്ടുന്നുണ്ട്. ഇനി പീരീഡ്സ്, ഇറഗുലർ പീരീഡ്സ് കറക്റ്റ് ചെയ്യാനായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ന്യൂട്രിചാർജ് വുമൺ.
ഇതില് ഞാൻ വലിയൊരു എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. കാരണം എനിക്ക് പീരീഡ്സ് 6 മാസമൊക്കെ കൂടുമ്പോ എത്തുന്ന ഒരു വിചിത്ര ജീവിയായിരുന്നു ഞാൻ. അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് എനിക്ക് സപ്പോർട്ട് ആയത് ന്യൂട്രിചാർജ് വുമൺ ആണ്. സത്യത്തില് ഈ ഈ സപ്ലിമെന്റിനെ കുറിച്ചിട്ട് എനിക്ക് പറഞ്ഞു തന്ന ഡോക്ടർ രാജൻ സാറിനോട് ഞാൻ എന്നും ലൈഫിൽ കടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. കാര്യം എന്താ വെച്ചാല് എനിക്കറിയില്ലായിരുന്നു. കാരണം എന്റെ ശരീരത്തിൽ ഇത്രയും ഡെഫിഷ്യൻസികൾ ഉണ്ടെന്നുള്ളത് ഞാൻ അറിഞ്ഞിരുന്നില്ല. പല മരുന്നുകൾ കഴിച്ച് പല അസുഖങ്ങളിലേക്ക് പോയിക്കൊണ്ടിരുന്ന എന്നെ ശരിക്കും ന്യൂട്രിചാർജ് വുമൺ സ്ഥിരമായിട്ട് കഴിക്കണം എന്ന് നിർബന്ധിച്ച് അത് കഴിക്കണം, തൈറോയ്ഡ് മാറും അല്ലെങ്കിൽ PCOD മാറും എന്ന് പറഞ്ഞ് സാറ് അതിന് വ്യത്യാസം ഉണ്ടാവും എന്ന് പറഞ്ഞ് സാറ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ സാറിനോടുള്ള വിശ്വാസം എന്തായാലും മരുന്ന് കഴിച്ച് ആരോഗ്യം നഷ്ടപ്പെടും എന്നുള്ള ഒരു തിരിച്ചറിവും കൊണ്ടാണ് ഞാൻ ന്യൂട്രിചാർജ് വുമൺ കഴിച്ചു തുടങ്ങിയത്. അത് കഴിച്ചു തുടങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ എന്റെ പീരീഡ്സ് എല്ലാം കറക്റ്റ് ആയി. പിന്നെ പീരീഡ്സിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈവനിങ് പ്രിംറോസ്, ഫ്ലാക്സീഡ്, പൊംഗ്രനേറ്റ്, മാതളത്തിന്റെ എക്സ്ട്രാക്ട് ഇതിനകത്തുണ്ട്. അതുപോലെ സോപ്പ് ആമറ്റോബെറി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇതൊക്കെ നമുക്ക് നേരിട്ട് കിട്ടാത്തതാണ്. അതുപോലെ ബ്ലൂബെറി ഒക്കെ ശരിക്കും നല്ലൊരു ആന്റി ഓക്സിഡന്റ് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഗുണങ്ങൾ ചെയ്യണതാണ്. സിങ്കും വൈറ്റമിൻ ഡിയും മാഗ്നീഷ്യം ഒക്കെ ഇതിനകത്തുണ്ട്. ഇത് നമ്മുടെ മന്ത്ലി സൈക്കിളിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്യും. ഇനി ഈ ന്യൂട്രിചാർജ് വുമണിന്റെ ക്യാപ്സ്യൂൾ നമ്മൾ എങ്ങനെയാ കഴിക്കാം? ഇത് എങ്ങനെയൊക്കെ നമുക്ക് ഉപകാരപ്പെടും? ഇതില് 21 mg അതായത് ഫെറസ് ബിസ്ഗ്ലൈസിനേറ്റ് ബയോ അബ്സോർബിൾ ഫോം ഓഫ് അയൺ നമ്മൾക്കുണ്ട്. 90.9% നമ്മുടെ ശരീരത്തിലേക്ക് ഇത് അബ്സോർബിൾ ആവും. അതുപോലെ ഗ്രീൻ ടീ എക്സ്ട്രാക്ട്, അതുപോലെ തന്നെ ഗ്രീൻ ടീ എക്സ്ട്രാക്ട് ഉള്ളത് കൊണ്ട് തന്നെ ആന്റി ഏജിങ്, എന്നും നമ്മളെ നല്ല പയറുമണി പോലെ ഓടി നടക്കുക, കാണുമ്പോൾ തന്നെ ഒരു അട്രാക്ഷൻ തോന്നും. ഇപ്പൊ കനകമ്മ മേഡത്തിനെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എത്രയോ ഏജ് നമുക്ക് 10 വയസ്സ് താഴേക്ക് പോയതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുള്ളൂ. കാരണം ഇത് കഴിക്കുന്ന ഷോളി മേഡം ഇന്നലെ ക്ലാസ് എടുത്തു, നമ്മൾ കണ്ടു. ആദ്യം കണ്ട ഷോളി മേഡം അല്ല ഇപ്പോ. പല ആളുകളെ ഒന്നും എടുത്തു നോക്കിക്കോ, എത്ര വ്യത്യാസമാണ്. അതുപോലെ തന്നെ നമുക്ക് വേണ്ടുന്ന അടുത്ത കണ്ടന്റ് ഫോളിക് ആസിഡ്, വൈറ്റമിൻ B12, B6 ഒക്കെ എന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള റെഡ് ബ്ലഡ് സെൽസ് ഫോം ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ഹീമോഗ്ലോബിനും ഒക്കെ വേണ്ടിയിട്ട് ഈ സാധനങ്ങളെല്ലാം അതിനകത്തുണ്ട്. വൈറ്റമിൻ C ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ അയണിന്റെ അബ്സോർപ്ഷൻ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ല്യൂട്ടീൻ, ലൈക്കോപ്പീൻ പോലുള്ള ആന്റി ഓക്സിഡൻസ്. എന്തിനാ ആന്റി ഓക്സിഡൻസ്? ആന്റി ഓക്സിഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, നമ്മളുടെ സെല്ല് ഡാമേജുകളെ കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ആന്റി ഓക്സിഡൻസ് വരുന്നത്. അത് ല്യൂട്ടീൻ, ലൈക്കോപ്പീനും ന്യൂട്രിചാർജ് വുമണിൽ അടങ്ങിയിരിക്കുന്ന ല്യൂട്ടീനും ലൈക്കോപ്പീനും നമ്മൾക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ ബൊട്ടാണിക്കൽസ് നമ്മുടെ ശരീരത്തിലെ ഇറഗുലർ ആയിട്ടുള്ള പല അബ്നോർമാലിറ്റീസിനെയും നമ്മൾക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ പീരീഡ്സിന്റെ സമയത്ത് വരണ വയറുവേദന മാറ്റാൻ വേണ്ടിയിട്ടും. നമുക്കറിയാം, അടിവയറിന്റെ ഭാഗത്തുനിന്ന് ഒരു വേദന തുടങ്ങിയ എന്തൊക്കെയാണ് ഞങ്ങൾ കാണിച്ചു കൂട്ടണെന്നുള്ളത് കൈയും കണക്കുമില്ല. സ്ത്രീകൾക്ക് അറിയാം, അനുഭവിച്ച ആളുകൾക്ക് അറിയാം. പീരീഡ്സിന്റെ സമയത്ത് വരണ ആ പിരിമുറുക്കങ്ങളും ആ സമയത്ത് വരണ വേദനയും പലപ്പോഴും നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവമേ സ്ത്രീയായിട്ട് ജനിക്കണ്ടായിരുന്നു എന്ന് പോലും തോന്നിപ്പോയ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഇതുപോലെ ന്യൂട്രിചാർജ് വുമൺ പോലുള്ള സപ്ലിമെന്റ് നമ്മുടെ കയ്യിൽ കിട്ടിയ ശേഷം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നമ്മൾക്ക് ഇല്ലാതായി. ഇതാണ് നമ്മളുടെ ന്യൂട്രിചാർജ് വുമൺ. എന്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ട്രാൻസ്ഫോം ചെയ്ത ഒരു പ്രൊഡക്റ്റ്. ശരിക്കും ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഈ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് എന്നും ഉണ്ട്. അതിന്റെ ആ കവറിന്റെ ഉള്ളിൽ കാണുന്ന പോലെ ആ ഒരു പിങ്കിഷ് നമ്മുടെ സ്കിന്നിലേക്കും കൂടെ വരുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മൾ ഏറ്റവും കൂടുതൽ യങ് ആൻഡ് എനർജറ്റിക് ആയിട്ട് മറ്റുള്ള ആളുകൾക്കൊക്കെ അസൂയ തോന്നുന്ന തരത്തിൽ നമ്മുടെ ഫിസിക്കൽ ആൻഡ് മെന്റൽ ആയിട്ടുള്ള ഒരു നല്ല ഒരു വ്യക്തിയായിട്ട് മാറ്റാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ്. 489 രൂപ, നമുക്ക് 392 രൂപയ്ക്കാണ് ഇത് കിട്ടുക. നേരത്തെ 440 രൂപയ്ക്കാണ് ഇത് കിട്ടിക്കൊണ്ടിരുന്നത്. 550 രൂപയായിരുന്നു എന്റെ MRP. ഇപ്പോൾ നോക്കൂ, ഇപ്പൊ വീണ്ടും നമുക്ക് റേറ്റ് കുറഞ്ഞിട്ടാണ് ന്യൂട്രിചാർജ് വുമൺ കിട്ടുന്നത്. അതിന് 330 PV ഉണ്ട്, പർച്ചേസ് വോളിയം കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടെ എടുത്ത് കണ്ടോളൂ. ഇതാണ് നമ്മുടെ സുന്ദരി കുട്ടിയായിട്ടുള്ള ന്യൂട്രിചാർജ് വുമൺ. എന്തൊക്കെയാണ് അതിനകത്തുള്ള? 50 ന്യൂട്രിയൻസ് ആണ്, 13 വൈറ്റമിൻസ്, 13 മിനറൽസ്, 13 ഫ്രൂട്ട്സിന്റെ എക്സ്ട്രാക്ട്, 6 ബൊട്ടാണിക്കൽസ്, 5 അമിനോ ആസിഡ്സ്. ഇതിന്റെ വില പറഞ്ഞത് ഒരു ദിവസം ഒരു സ്ത്രീക്ക് ഒരു ക്യാപ്സ്യൂൾ എടുക്കാൻ വെറും 16 രൂപ മാത്രം. നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ടുന്ന എല്ലാം കൃത്യമായിട്ടുള്ള അളവിൽ നമ്മൾക്ക് കിട്ടുന്നു വെറും 16 രൂപയ്ക്ക്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത് ആവശ്യമില്ലാത്ത ഒരു സ്ത്രീകളും നമ്മുടെ കുടുംബത്തിലില്ല. പീരീഡ്സ് നിന്ന ആളുകൾക്ക് ചിലപ്പോൾ ന്യൂട്രിചാർജ് മാൻ നമ്മൾ കൊടുക്കാറുണ്ടെങ്കിലും ന്യൂട്രിചാർജ് വുമൺ കഴിക്കുന്നതിൽ തെറ്റില്ല.
നമ്മൾ ആർക്ക് വേണമെങ്കിലും ന്യൂട്രിചാർജ് വുമൺ നമുക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ചിലപ്പോൾ ഇനി ഡയാലിസിസ് ചെയ്യുന്ന ആളുകൾക്ക് ഒരുപാടൊന്നും നമ്മൾ ന്യൂട്രിചാർജ് വുമൺ റെക്കമെൻഡ് ചെയ്യാറില്ല. കാരണം അവരുടെ ശരീരത്തിൽ പലപ്പോഴും പല കാര്യങ്ങൾ വേരിയേഷൻസ് ഉണ്ടാവും. ചിലപ്പോൾ ചില ആളുകൾക്ക് സിങ്കിനും ചിലപ്പോൾ മഗ്നീഷ്യത്തിനും അതുപോലെ സോഡിയത്തിനും ഒക്കെ വേരിയേഷൻ വരുമ്പോൾ ചില ആളുകൾക്ക് അത് പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് അങ്ങനെ നമ്മൾ ചോദിച്ചിട്ട് വേണം കൊടുക്കാൻ. അല്ലാതെയുള്ള എല്ലാ പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്ത എല്ലാവർക്കും, പ്രായമായ ആളുകൾക്ക് വരെ നമുക്ക് ന്യൂട്രിചാർജ് വുമൺ കഴിക്കാം. ഇത് വളരെ ശരീരത്തിന് വളരെ ഉത്തമമായിട്ടുള്ളതാണ്. എൻ്റെ ലൈഫിൽ എൻ്റെ എക്സ്പീരിയൻസ് ആണ്. നോക്കുക, ഇനി ഇതിന്റെ ഒരു കമ്പാരിസൺ കൊടുത്തിട്ടുണ്ട്. ഇത് പൊതു മാർക്കറ്റിൽ കിട്ടുന്ന പല ബ്രാൻഡുകളുടെയും പ്രൊഡക്റ്റുകളാണ്. അതിലുള്ള ന്യൂട്രിയൻസും നമ്മളുടെ ന്യൂട്രിയൻസും നോക്കൂ. റീവൈറ്റൽ വുമൺ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ഒരു പ്രൊഡക്റ്റിന് 23 ന്യൂട്രിയൻസ് ആണ് ഉള്ളത്. അതിനകത്ത് അമിനോ ആസിഡ്സ് ഇല്ല, ഫ്രൂട്ട്സ് എക്സ്ട്രാക്ട് ഇല്ല. അതുപോലെ തന്നെ ഹെർബ ലൈഫിൽ, അതും ഒരു ബ്രാൻഡാണ്, അവർ കൊടുക്കുന്ന സപ്ലിമെന്റിൽ വെറും 24 ന്യൂട്രിയൻസേ ഉള്ളൂ. അവിടെയും എന്തില്ല? അമിനോ ആസിഡ്സ് ഇല്ല, ഫ്രൂട്ട്സ് ബ്ലെൻഡ് ഇല്ല. അവിടെ വില കൂടുതലാണ് ന്യൂട്രിചാർജ് വുമണിനെക്കാളും. ഇനി അടുത്തത് ന്യൂട്രിലൈറ്റ് ഡെയിലി. എനിക്ക് തോന്നുന്നത് ആംബയുടെ പ്രൊഡക്റ്റ് ആണ്. അതിൽ കൊടുക്കുന്നതിൽ 27 ന്യൂട്രിയൻസേ ഉള്ളൂ. സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഇത്രയും പിശുക്ക് കാണിച്ച സപ്ലിമെന്റ്സ് ആണ്. അതിന് പക്ഷെ എന്തൊരു വിലയാണ് നമ്മൾ കൊടുക്കണേന്ന് നോക്കിക്കേ. അതേസമയം നല്ല ചുവന്ന് നല്ല പിങ്കിഷ് ആയിട്ട് നല്ല സുന്ദരി കുട്ടിയായിട്ട് നമ്മുടെ ന്യൂട്രിചാർജ് വുമൺ ഇവിടെ അടുത്തിരിക്കുന്നുണ്ട്. 50 ന്യൂട്രിയൻസ്. അതിൽ തന്നെ സ്ത്രീകൾക്ക് വേണ്ടുന്നതെല്ലാം ഒറ്റ കുട കീഴിൽ കിട്ടുന്ന ഒരേ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ ന്യൂട്രിചാർജ് വുമൺ. എന്റെ ലൈഫ് മാറ്റിയ, ഒരമ്മയാവില്ല എന്ന് വിശ്വസിച്ചിട്ട് പോയി അവസാനം എന്താ പറയാ, ഞങ്ങളുടെ മൈൻഡ് സെറ്റ് മാറിയിട്ടെ അവസാനം ദത്തെടുത്താലോ എന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ചിരുന്ന ഒരു സാഹചര്യം എന്റെ ലൈഫിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ആ ഒരു സമയത്ത് നിന്ന് എനിക്കൊരു കുഞ്ഞിനെ തരാനായിട്ട് ശരിക്കും എന്റെ ഒരു PCOD മാറിയതും അതുപോലെ ഹൈപ്പോതൈറോയിഡ് മാറിയതും HB നോർമൽ ആയതും എല്ലാം ന്യൂട്രിചാർജ് വുമൺ എന്ന് പറയുന്ന ഈ ഒരു സപ്ലിമെന്റ് കഴിച്ചിട്ടാ. ഇനിയെങ്കിലോ ഈ കണക്കൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഇത് സെയിൽസിന് വേണ്ടിയിട്ട് പറയണതല്ല, ഇത് നമ്മളുടെ ഇന്ത്യയിലെ സ്ത്രീകളുടെ ആവശ്യമാണെന്നാണ് ഞാൻ പറയാം. കാരണം ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തില് ഏറ്റവും കൂടുതൽ സ്ത്രീകളുടെ ലൈഫിനെ പ്രൊട്ടക്ട് ചെയ്യാൻ, ഇനി വരണ സമൂഹത്തിനൊരു മുതൽക്കൂട്ടായിട്ട് മാറാൻ ന്യൂട്രിചാർജ് വുമൺ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് നമ്മൾക്ക് കിട്ടിയതില്ല. ഞാൻ പറയണ നെഞ്ചത്ത് കഴിച്ച് താങ്ക് യു പറയുന്നു. താങ്ക് ടു ഗോഡ്. കാരണം ഇതിനെ പറ്റി അറിയാൻ തന്നെ സാധിച്ചത് നമ്മളുടെ ഗ്രേറ്റ് ലീഡേഴ്സ്, എസ്പെഷ്യലി നമ്മുടെ ഡോക്ടർ രാജൻ സാറ്, അതുപോലെ തന്നെ നമ്മളുടെ സുരേഷ് സാറ് ന്യൂട്രിചാർജ് ട്രെയിനർ, അതുപോലെ നമ്മുടെ ലീഡേഴ്സ് എല്ലാം, എനിക്ക് തോന്നുന്നു എല്ലാ ലീഡേഴ്സും ഈവൻ ഒരു ചെറിയ ഹോം മീറ്റിംഗിൽ പോലും എന്ത് പറയുന്നുണ്ട്, ന്യൂട്രിചാർജ് വുമണിനെ കുറിച്ച് പറയുന്നുണ്ട്. കാരണം ഇത് ഇന്നത്തെ സമൂഹത്തിന്റെ ആവശ്യകതയാണ്. ന്യൂട്രിചാർജ് വുമൺ കഴിച്ച് റിസൾട്ട് കിട്ടിയ ഒരുപാട് ആളുകൾ. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2014-15 കാലഘട്ടത്തില് ഫസ്റ്റ് റിസൾട്ട് കിട്ടിയ ഒരു ലേഡി ചെങ്ങമനാടുള്ള സൂസി സൈമൺ സാറിന്റെ വൈഫ്. അവർക്ക് ഫൈബ്രോയിഡ് ഉണ്ടായിട്ട് സർജറി പറഞ്ഞിരുന്ന കേസിൽ നിന്നും ഈ ന്യൂട്രിചാർജ് വുമൺ നമ്മുടെ സ്വന്തം ഡോക്ടർ രാജൻ സാറ് കൊടുത്ത് അത് മാറ്റിയെടുത്തതായിരുന്നു ആദ്യത്തെ റിസൾട്ട്. ഈ ന്യൂട്രിചാർജ് വുമൺ കഴിച്ച് ഹെൽത്ത് ഓക്കെ ആക്കി നോർമൽ ആയിട്ട് കൺസീവ് ആയ ഒരു വ്യക്തി കേരളത്തിൽ ആദ്യമായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്നെ ശരിക്കും കണ്ടോളൂ. ഞാനാണ്. കുട്ടികളെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ നിന്ന് ഇന്ന് 2 കുട്ടികൾ. ആദ്യത്തെ കുട്ടി ഉണ്ടാവാൻ എനിക്ക് 5 വർഷം എടുത്തു. അന്ന് ഡോക്ടർ ഒരുപാട് വിഷമിപ്പിച്ചു വിട്ടതാ. പക്ഷെ ഡോക്ടർ രാജൻ സാറിന്റെ ആ ഒരു എന്താ പറയാ നിർബന്ധപ്രകാരം സാറിന്റെ വാക്ക് ഞാൻ അത്രയും അധികം ആത്മാർത്ഥമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് സാർ പറഞ്ഞ രീതിയിൽ കാര്യങ്ങൾ ചെയ്തു. ന്യൂട്രിചാർജ് വുമൺ കഴിച്ചു. നമ്മുടെ ഫിസിക്കലി റിഫൈൻഡ് റൈസ് ബ്രാൻ ഓയിൽ ഞാൻ സ്ഥിരമായിട്ട് ഹെൽത്ത് കാർഡ് ഓയിൽ കഴിക്കുമായിരുന്നു. എനിക്ക് തൈറോയിഡ് ഉണ്ടായിരുന്നത് ന്യൂട്രിചാർജ് വുമൺ കഴിച്ച് മാറിയതിനു ശേഷം ന്യൂട്രിചാർജ് കൊക്കോവ പ്രോഡക്റ്റ് കഴിച്ചിരുന്നു. അതുപോലെ തന്നെ സഞ്ജീവനി പ്രാശാവലിക കഴിച്ചിരുന്നു. അതുപോലെ ന്യൂട്രിചാർജ് വുമൺ, ഇതെല്ലാം ഇത് 3ഉം കൃത്യമായിട്ടുള്ള അളവിൽ ഞാൻ കഴിക്കുമായിരുന്നു. ഒമേഗ 3 ഒന്നും അന്ന് കൃത്യമായിട്ട് വന്നിട്ടില്ല. അതിനുശേഷമാണ് ഒമേഗ 3 ഒക്കെ വന്നു തുടങ്ങിയത്. ഞാനിത് 2014 തുടങ്ങി ഇന്നും സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇത് സപ്ലിമെന്റ് എടുത്തിട്ട് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ വരുമായിരുന്നു വെച്ചെങ്കിൽ നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച് കണ്ടോളൂ. ഞാൻ ഇത്ര വർഷമായിട്ട് കഴിച്ചോണ്ടിരിക്കുന്നതാ. എന്നെ വല്ല പടമായിട്ട് വല്ലയിടത്തും മാലിട്ട് വെക്കേണ്ടത് ആയിട്ട് വരുമായിരുന്നു. ഞാൻ ഇല്ലേ നല്ല സുന്ദരിയായിട്ടിരിക്കല്ലേ, എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ട് കാണുന്നില്ലേ? ഇത് ന്യൂട്രിചാർജ് വുമൺ സ്ഥിരമായിട്ട് കഴിക്കണോണ്ടാ.
ഒരു ആരോഗ്യ പ്രശ്നങ്ങളും ദൈവം സഹായിച്ച് നമുക്ക് ഇല്ല. സാറ് പറഞ്ഞു എനർജറ്റിക് ആയിട്ട് ഓടി നടക്കും. ആ ധൈര്യം ഇതാ ന്യൂട്രിചാർജ് വുമൺ. എനിക്ക് കിട്ടിയ ഒരു കോൺഫിഡൻസ് ഞാൻ ഒരുപാട് ആളുകളിലേക്ക്, സത്യത്തിൽ RCM എന്ന് പറയുന്ന ഒരു നന്മ കയ്യിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ, ഈ ന്യൂട്രിചാർജ് വുമൺ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് എന്റെ കയ്യിലേക്ക് കിട്ടിയില്ലായിരുന്നു വെച്ചെങ്കിൽ എന്റെ ലൈഫ് എന്താവും എന്നുള്ളത് എനിക്കിപ്പോഴും ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം ഞാൻ അത്രയും അധികം മാനസികമായിട്ട് പ്രശ്നങ്ങൾ അനുഭവിച്ചിരുന്നു എനിക്കൊരു കുഞ്ഞില്ലാതിരുന്ന സമയത്ത്. അന്ന് ശരിക്കും കുട്ടികളില്ല എന്ന് പറഞ്ഞ സമൂഹത്തിൽ നിന്ന് തന്നെ, നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ പലതരത്തിലുള്ള വേർതിരിവ് എനിക്ക് കിട്ടിയിരുന്നു. കാരണം കുഞ്ഞുങ്ങളെയൊക്കെ എടുക്കുമ്പോഴേ നമ്മുടെ കയ്യിൽ നിന്നൊക്കെ കുഞ്ഞുങ്ങളെ പിടിച്ചു പറിച്ചിട്ട് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ആളുകളുടെ മെന്റാലിറ്റി ന്യൂട്രിചാർജ് വുമൺ അവർക്കാണ് ആദ്യം കൊടുക്കണ്ടേ. കാരണം മെന്റൽ സ്റ്റെബിലിറ്റി വരണം എന്നാണെങ്കിൽ നല്ല ന്യൂട്രിയൻസ് ശരീരത്തിലേക്ക് കിട്ടണം. ന്യൂട്രിചാർജ് വുമൺ കൊടുത്തിരുന്ന വെച്ചാൽ ഇങ്ങനെയുള്ള ചിന്താഗതികളൊന്നും ഉണ്ടാവില്ലായിരുന്നു. നമ്മുടെ മനസ്സ് എന്തുമാത്രം വിഷമിച്ചു എന്നുള്ള ആലോചിച്ച് എനിക്ക് അതുപോലുള്ള സാഹചര്യങ്ങളിൽ കൂടെ കടന്നുപോയത്. ഞാൻ എന്നും ഏത് ക്ലാസ്സിൽ പോവാണെങ്കിലും ഡോക്ടർ രാജൻ സാറിനെ കുറിച്ചിട്ട് പറയാത്ത ഒരു ക്ലാസ് പോലും ഇല്ല. എന്താണെന്നറിയാമോ, എന്റെ ലൈഫില് എനിക്ക് ഏറ്റവും കൂടുതൽ നിധിയായിട്ട് 2 കുട്ടികളെ എനിക്ക് കിട്ടിയത് RCMൽ വന്നതിന് ശേഷം ഈ പ്രൊഡക്റ്റുകൾ കഴിച്ചതിന് ശേഷമാണ്. ആദ്യത്തെ കുഞ്ഞിനെ കൺസീവ് ആവണത് ഇത് ന്യൂട്രിചാർജ് വുമണും ഈ നേരത്തെ പറഞ്ഞ സപ്ലിമെന്റ് എല്ലാം കഴിച്ചതിന് ശേഷമാണ്. പക്ഷെ രണ്ടാമത് കുറെ നാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ പിന്നെ എനിക്ക് ഒരു 1.5 വർഷം, 1 വർഷത്തിന്റെ ഗ്യാപ്പിൽ എനിക്ക് ഭയങ്കര ടയർഡ്നെസ്. ഞാൻ ഹോസ്പിറ്റലിൽ പോയി ബ്ലഡ് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ HB 13.1 ഉണ്ട്. പിന്നെ എന്താ ഇങ്ങനെ ടയർഡ്നെസ് വരണേ നോക്കി കഴിഞ്ഞപ്പോ ഞാൻ പോലും അറിഞ്ഞില്ല രണ്ടാമത് കൺസീവ് ആയിരുന്നു. അതിന്റെ ടയർഡ്നെസ് ആയിരുന്നു. അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള 3 കിലോയ്ക്ക് മേലെയുള്ള അത്യാവശ്യം നല്ല എന്താ പറയാ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള 2 കുഞ്ഞുങ്ങളെ കിട്ടി. ഞാൻ ഈ സപ്ലിമെന്റ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. ഒരു അയേണോ ഒരു ഫോളിക് ആസിഡോ ഒരു കാൽഷ്യത്തിന്റെ സപ്ലിമെന്റോ ഡോക്ടർമാർ തന്നത് ഞാൻ കഴിച്ചിട്ടില്ല. ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഒരു ലേഹ്യമോ ഒരു കഷായമോ ഞാൻ കഴിച്ചിട്ടില്ല. ഒള്ളി RCMന്റെ പ്രൊഡക്ട്സ് പ്ലസ് നമ്മുടെ ന്യൂട്രിചാർജിന്റെ സപ്ലിമെന്റ്സ്. എനിക്ക് ബ്രസ്റ്റ് മിൽക്ക് അതിന് ഒരു കുറവുണ്ടായിരുന്നില്ല. എന്റെ കുഞ്ഞുങ്ങൾക്ക് പൊടിപ്പാല് ഞാൻ കൊടുത്തിട്ടില്ല. ഇവിടെ ഞാനൊരു കാര്യം കൂടി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ കൊക്കോ പ്രോഡക്റ്റ് 5ാമത്തെ മാസം തുടങ്ങി കൃത്യമായിട്ട് ഞാൻ കഴിക്കുമായിരുന്നു. ന്യൂട്രിചാർജ് കൊക്കോ പ്രോഡക്റ്റ് എനിക്ക് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ബ്രസ്റ്റ് മിൽക്ക് പ്രൊഡക്ഷന് ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്തത് ന്യൂട്രിചാർജ് കൊക്കോ പ്രോഡക്റ്റ് ആണ്. അതുകൊണ്ട് എന്റെ കുഞ്ഞുങ്ങൾക്ക് പൊടിപ്പാല് കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. എന്റെ പാല് തന്നെയാണ് എന്റെ 2 കുഞ്ഞുങ്ങൾക്കും കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, എന്റെ കുഞ്ഞുണ്ടായ സമയത്ത് ഞാനൊരു എന്താ പറയാ മൂവാറ്റുപുഴ സബൈൻ ഹോസ്പിറ്റലിലാണ് എന്റെ ഡെലിവറി നടന്നത്. അവിടെ മിക്കവാറും കുഞ്ഞുങ്ങളെല്ലാം എന്റെ കൂടെ എന്റെ തൊട്ടടുത്ത ബെഡുകളിൽ ഉണ്ടായിരുന്ന സ്ത്രീകളുടെയൊക്കെ കുട്ടികളെല്ലാം മഞ്ഞപ്പ് എന്ന് പറഞ്ഞ് കൊണ്ടുപോയി പിടിച്ച് അവരെയൊക്കെ കൊണ്ടുപോയി ചൂടിലിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്റെ കുഞ്ഞുങ്ങളെ 2 പേരെയും ഈ ഒരു പ്രശ്നം കൊണ്ട് ചൂടിലിടേണ്ട വന്നിട്ടില്ല. അപ്പോ ആ ഒരു പ്രശ്നം ഉണ്ടായില്ല. കറക്റ്റ് ഹെൽത്തി ആയിരുന്നു കുട്ടികൾ. 3 കിലോയുടെ മേലേക്ക് 2 മക്കൾക്കും വെയിറ്റ് ഉണ്ടായിരുന്നു. 2 ഡെലിവറിക്കും ഞാൻ ഈ പറഞ്ഞ സപ്ലിമെന്റ്സ് അല്ലാതെ പുറത്തുനിന്ന് വേറൊരു എക്സ്ട്രാ സപ്ലിമെന്റ് ഞാൻ എടുത്തിട്ടില്ല. എന്റെ പീരീഡ്സിന്റെ സമയത്തുള്ള വയറുവേദന മാറി. എനിക്ക് ഈ ന്യൂട്രിചാർജ് വുമൺ എനിക്ക് ഒരു എക്സ്പീരിയൻസ് കൂടെ പറയാനുള്ളത്, ഈ ഫീഡ് ചെയ്യുന്ന സമയത്ത് 1-2 ദിവസം ഞാൻ ഈ ന്യൂട്രിചാർജ് വുമൺ കഴിക്കാൻ മറന്നുപോയ സമയത്ത് ശരിക്കും പിറ്റേ ദിവസം എനിക്ക് എഴുന്നേക്കാൻ പറ്റില്ലായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവന്റെ കുഞ്ഞിനെ ഫീഡ് ചെയ്തിട്ട് കിടക്കപ്പായിന്ന് എഴുന്നേക്കാൻ പറ്റില്ല. കാരണം മുതുകൊക്കെ വേദന എടുത്തിട്ട് എന്തോ കട്ട് കഴിക്കുന്ന ഒരു ഫീലായിരുന്നു. അത്രയും ഒരു ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ന്യൂട്രിചാർജ് വുമൺ കഴിച്ചാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അതിന്റെ മാറ്റം ഉണ്ടാവും. ഇമ്മീഡിയറ്റ് ആയിട്ട് സഡൻ ചേഞ്ച് ആണ്. കാരണം അത്രയും റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. മിറക്കിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഇന്നത്തെ സാഹചര്യത്തിൽ നോക്കൂ, നമ്മളുടെ കയ്യിൽ നമുക്ക് പോയാൽ ഒരു വാക്കേ ഉള്ളൂ, ഒരു വാക്ക്. പക്ഷെ അതുകൊണ്ട് എത്രയോ ആളുകളുടെ അവയർനെസ് ഇല്ലാതെ, ഞാൻ പറയേണ്ടത് ഇന്ന് 1000 ആളുകൾ ഈ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്നു. ഞാൻ കണ്ടില്ല എത്ര പേരുണ്ടായിരുന്നുള്ളത്. എന്റെ വിശ്വാസമാണ് 1000 പേരുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പറയണം, എല്ലാവരോടും പറയണം. ആൾക്കാർ നമ്മളെ കളിയാക്കിക്കോട്ടെ, പക്ഷെ നമ്മൾ കാണിച്ചു കൊടുക്കണം. നമ്മളത് കഴിക്കണം, നമ്മളത് കഴിച്ച് നമ്മൾക്ക് വരണ മാറ്റം എന്താണെന്നുള്ളത് കണ്ടെങ്കിലും അവര് മാറാനായിട്ട് തയ്യാറാവും. തീർച്ചയായിട്ടും കഴിക്കണം, പറഞ്ഞു കൊടുക്കണം. എനിക്ക് അഭിമാനമുണ്ട്. കാരണം എന്റെ ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന എന്റെ സീനിയർ ആയിട്ടുള്ള ലീഡേഴ്സ് എല്ലാവരും അവരുടെ പെൺമക്കൾക്ക് പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആദ്യത്തെ ഗിഫ്റ്റ് കൊടുത്തത് ന്യൂട്രിചാർജ് വുമണാ. ലീഡേഴ്സ് ലീഡ് ബൈ എക്സാമ്പിൾ. ഗിരീഷ് സാറ് മോൾക്ക് ന്യൂട്രിചാർജ് വുമണാ കൊടുത്തേ.
അനിരുദ്ധൻ സാറിന്റെ മോൾക്ക് ന്യൂട്രിചാർജ് വുമൺ ഗിഫ്റ്റ് കൊടുത്തത്, എന്റെയൊക്കെ ഫോട്ടോ ഗ്രൂപ്പിൽ വന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ലീഡേഴ്സ് ലീഡ് ബൈ എക്സാമ്പിൾ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അനാവശ്യമായിട്ടുള്ള ഒരു സാധനം കൊടുക്കണം എന്ന് ഒരു പാരന്റ്സും ആഗ്രഹിക്കില്ല, ശരിയല്ലേ? ഒരു പാരന്റ്സും ആഗ്രഹിക്കില്ല. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആരോഗ്യം കൊടുക്കണം എന്നുള്ളത് നമ്മൾ ആഗ്രഹിക്കും. അങ്ങനെയുള്ള പാരന്റ്സിന് ധൈര്യമായിട്ട് ന്യൂട്രിചാർജ് വുമൺ വാങ്ങി നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. ഞാൻ പറയണത് ഇതിനകത്ത് കുറെ കണ്ടന്റുകൾ ഉണ്ട്, എല്ലാം പഠിക്കണ്ട. എന്തൊക്കെ വേണം ശരീരത്തില്? വൈറ്റമിൻ B12 വേണം, ബി കോംപ്ലക്സ് വേണം, അല്ലെ? അത് നമുക്ക് ന്യൂട്രിചാർജ് വുമണിൽ കിട്ടുന്നുണ്ട്. ഫോളിക് ആസിഡ് വേണം, അത് ന്യൂട്രിചാർജ് വുമണിൽ കിട്ടുന്നുണ്ട്. പിന്നെന്താ വേണ്ടേ? കാൽഷ്യം വേണം, അത് ന്യൂട്രിചാർജ് വുമണിൽ കിട്ടുന്നുണ്ട്. വൈറ്റമിൻ D വേണം, അത് ന്യൂട്രിചാർജ് വുമണിൽ കിട്ടുന്നുണ്ട്. അയൺ വേണം, അത് ന്യൂട്രിചാർജ് വുമണിൽ കിട്ടുന്നുണ്ട്. ഇനി എന്താ വേണ്ടേ? പിന്നെ സുന്ദരിയായിട്ടിരിക്കണം, അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും കൃത്യമായിട്ടുള്ള അളവില്, ഒന്നും കൂടാതെ ഒന്നും കുറയാതെ നമ്മൾക്ക് തരുന്നുണ്ട് ന്യൂട്രിചാർജ് വുമൺ. അപ്പൊ നല്ലൊരു കൈയടി നമുക്ക് ന്യൂട്രിചാർജ് വുമൺ വേണ്ടിയിട്ടും ഈ കമ്പനിക്ക് വേണ്ടിയിട്ടും ആർച്ചിവിന് വേണ്ടിയിട്ടും നമ്മുടെ ലീഡേഴ്സിന് വേണ്ടിയിട്ടും ഡോക്ടർ രാജൻ സാറിന് വേണ്ടിയിട്ടും കൊടുക്കാം. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് കൃത്യമായിട്ടുള്ള സമയത്ത് തരുന്നുണ്ട്. ശരിക്കും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ ലീഡേഴ്സ് ഒക്കെ ഇത്രയും സപ്പോർട്ടായിട്ട്. റൂബി ഗിരീഷ് സാറൊക്കെ ശരിക്കും കുഞ്ഞുങ്ങൾക്കൊക്കെ അത്രയും കെയർ ചെയ്ത് ന്യൂട്രിചാർജ് വുമണിനെ കുറിച്ച് പറയണ കേൾക്കുമ്പോൾ, ദിഷ മേഡത്തിന് അത് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഗായത്രി മോൾക്ക് അത് കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞത് വിത്ത് പ്രൂഫാണ്. ചേഞ്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതൊക്കെ വലിയൊരു ബ്ലെസ്സിങ് ആണ്. അപ്പൊ അഖില മേഡം പിങ്കിഷ് ആയിട്ടാ ഇരിക്കണേ. നിങ്ങൾ നോക്കിക്കോ, അഖില മേഡത്തിന്റെ ഒക്കെ സ്കിന്നിൽ നിങ്ങൾ കാണുവാണെങ്കിൽ പോയി തൊട്ട് നോക്കിക്കോ. കാരണം ന്യൂട്രിചാർജ് വുമണാ, മിറക്കിൾ പ്രൊഡക്റ്റ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, ഏറ്റവും ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തികളാണ് ശരിക്കും ന്യൂട്രിചാർജ് വുമൺ സ്ഥിരമായിട്ട് കഴിക്കുന്ന ആളുകൾ. ലൈഫിലെ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കാൻ ഏറ്റവും അധികം സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്ന, ജോലിക്ക് പോകുന്ന സ്ത്രീകളുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധിച്ചിട്ടാണെങ്കിലും ധൈര്യമായിട്ട് ന്യൂട്രിചാർജ് വുമൺ കൊടുക്കും. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ പീരീഡ്സിന്റെ സമയത്ത് പെയിൻ ഉള്ള കുട്ടികള്, സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കൊടുത്തോ. ഇതൊക്കെ സ്ഥിര ഇഷ്യൂ ആണ്. വേണമെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി നിന്നിട്ട് നിങ്ങൾ ഗൈനിക്കിന്റെ മുമ്പിൽ പോയി നിന്നൊന്ന് നോക്കുക, വെറുതെ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ടല്ല. അവിടെ ചെന്ന് കുശലാന്വേഷണമൊക്കെ നടത്തി ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും. ഈ മെൻസ്ട്രൽ ഹൈജീന്റെ ഒരു ക്യാമ്പയിന് വേണ്ടിയിട്ട് വൈപ്പിൻ എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ട് അവിടെ ഒരു സ്കൂളിൽ ന്യൂട്രിചാർജ് വുമന്റെ ഇത് എന്താ പറയാ, ബ്ലഡ് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ HB10 മേലെയുള്ള 5 or 6 കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മനസ്സിന് ഭയങ്കര പ്രയാസമായിട്ട് തോന്നി. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഗർഭധാരണം പോലും പ്രോപ്പറായിട്ട് നടക്കില്ല. കുറച്ച് നാള് കഴിയുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്താ? അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ ഇത്രയും അധികം പ്രയോറിറ്റി കൊടുത്ത്, ഞാൻ പറയണ ന്യൂട്രീഷൻ സെഗ്മെന്റിൽ ഇത്രയും അധികം പ്രൊഡക്റ്റുകൾ ഉണ്ട് എങ്കിലും ഒരു തൂക്കം മുന്നേ നമ്മൾ കൊടുക്കേണ്ടത് ന്യൂട്രിചാർജ് വുമണാ. പുരുഷന്മാര് വാങ്ങിച്ചു കൊടുക്കാത്ത ആളുകൾ ധൈര്യമായിട്ട് വാങ്ങിച്ചു കൊടുത്തോളൂ, അല്ലെങ്കിൽ നമുക്ക് ഭാവിയിൽ അവരുടെ കയ്യിൽ നിന്ന് തല്ലുപിടുത്തം ഏൽക്കേണ്ട വരും. സ്ത്രീകൾക്ക് ഹോർമോൺ ചേഞ്ച് വരണതിനെ കറക്റ്റ് ചെയ്യാൻ ന്യൂട്രിചാർജ് വുമൺ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സമാധാനപരമായിട്ടുള്ള ഒരു കുടുംബജീവിതം വേണം എന്നാണെങ്കിൽ ന്യൂട്രിചാർജ് വുമൺ ധൈര്യമായിട്ട് വൈഫിന് മേടിച്ചു കൊടുക്കുക. ഇത് വെറുതെ പറയണതല്ല. ഇന്നലെ ഷോളി മാഡം പറഞ്ഞില്ലേ ന്യൂട്രിചാർജ് വുമൺ കൊടുക്കണം എന്ന്, അതുപോലെ ഇന്ന് ഞാൻ പറയാണ് ന്യൂട്രിചാർജ് മാൻ കൊടുക്കണ പോലെ തന്നെ ന്യൂട്രിചാർജ് വുമൺ സ്ത്രീകൾക്ക് കൊടുക്കുക. എന്തായാലും എനിക്കൊരു അവസരം തന്നു. ഇത് നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ഒരു കമ്മിറ്റ്മെന്റ് ആയിട്ട് എടുക്കുക. ഒരുപാട് ആളുകളിലേക്ക് ന്യൂട്രിചാർജ് വുമൺ എത്തട്ടെ. നിങ്ങൾക്ക് അതുവഴി ഒരുപാട് ഉയരങ്ങളിൽ എത്താനായിട്ട് സാധിക്കട്ടെ. ഒരുപാട് ആളുകൾക്ക് നന്മ പകർന്നുകൊണ്ട്, പോസിറ്റിവിറ്റി കൊടുത്തുകൊണ്ട്, ആളുകളുടെ ജീവിതം ഏറ്റവും സന്തോഷകരമായിട്ട് മാറ്റിക്കൊണ്ട്, നാളെ നമ്മളെ കാണുമ്പോ ദീപ മാഡത്തിനെയൊക്കെ കാണുമ്പോ ദീപയാണ് എന്റെ ലൈഫ് മാറ്റിമറിച്ചതെന്ന് പറയാനായിട്ടുള്ള ഒരു അവസരത്തിലേക്ക് എല്ലാവരും വരട്ടെ. അതുപോലെ അനിത ചന്ദ്ര മാഡത്തിനെയൊക്കെ കാണുമ്പോൾ പറയട്ടെ, ജാനകി മാഡത്തിനെ കാണുമ്പോൾ ഒക്കെ എല്ലാവരും പറയട്ടെ, രാജമ്മ മാഡത്തിനെയൊക്കെ കാണുമ്പോൾ എല്ലാവരും പറയട്ടെ, നിങ്ങളാണ് എന്റെ ജീവിതം മാറ്റിമറിച്ചത്, നിങ്ങൾ തന്ന ഈ ഒരു സപ്ലിമെന്റ് കൊണ്ടാണ് എന്റെ കുഞ്ഞിന് പ്രശ്നങ്ങൾ മാറിയതെന്നൊക്കെ എല്ലാവരും പറയാനിടയാവട്ടെ. ഞാനൊരു കുഞ്ഞിന്റെ ഫോട്ടോ കാണിച്ചു തരട്ടെ. ഇനി ഒരു കുഞ്ഞിന്റെ ഫോട്ടോ ഞാനൊന്ന് കാണിച്ചു തരാവേ. പോയ ആളുകൾ ആരും കാണൂല, നിങ്ങൾ ഇവിടെ ഉള്ള ആളുകൾക്ക് മാത്രമേ കാണാനായിട്ടുള്ള ഭാഗ്യമുള്ളൂ. ഇപ്പൊ കാണിച്ചു തരാം. ദേ, കാണുന്നുണ്ടോന്ന് അറിയില്ല. ഇതെനിക്ക് കാണുന്നുണ്ട് ഈ ബേബിനെ. ഞാനൊന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചതാണ്. ഫുൾ സ്ക്രീൻ അല്ല, കാണുന്നുണ്ട്.
ദാ കണ്ടോ, ഡോക്ടർ Yes. ശ്രീദേവി മാഡത്തിന്റെ മോളാണെന്ന് പറഞ്ഞാൽ ഇട്ടിരിക്കണേ. ഒരു ഡോക്ടറിന്റെ കുഞ്ഞാണിത്. ഇത് എനിക്ക് കിട്ടിയ ഒരു വലിയ എന്താ പറയാ സന്തോഷാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡോക്ടർ എന്നെ വിളിച്ച്, അതായത് ആ മാഡത്തിന്റെ പേര് ഞാൻ എപ്പോഴും വിട്ടുപോകും, ഷീല അല്ലെ, ഷീല മാഡം ഒരിക്കൽ എന്നെ ഫോൺ ചെയ്തിട്ട് ഒരു ഡോക്ടറിന്റെ അടുത്ത് കണക്ട് ചെയ്തിട്ട് പറഞ്ഞു, മാഡം ന്യൂട്രിചാർജ് വുമൺ കഴിച്ച എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞു കൊടുക്കും, നമ്മുടെ സപ്ലിമെന്റ് കഴിച്ച എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞു കൊടുക്കുമെന്ന് ചോദിച്ചു. ഡോക്ടറുടെ അടുത്താണ് സംസാരിക്കണേന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു പേടി തോന്നിയെങ്കിലും ഞാൻ എന്റെ എക്സ്പീരിയൻസ് ഞാനൊന്ന് പറഞ്ഞു കൊടുത്തു. ഞാൻ പറഞ്ഞു ഞാനൊരു ന്യൂട്രീഷൻ അഡ്വൈസർ ആണ്, RCMൽ വന്നതിന് ശേഷം ന്യൂട്രീഷൻ അഡ്വൈസർ ആയതാണ്, എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ ഇതിലേക്ക് ആയിപ്പോയതാണ്. ഇത് ന്യൂട്രിചാർജ് വുമണും അതുപോലെ തന്നെ പ്രോട്ടീൻ പൗഡർ, തൈറോയ്ഡ് ഇല്ലെങ്കിൽ പ്രോട്ടീൻ പൗഡർ കഴിക്കാനും അതുപോലെ തന്നെ സഞ്ജീവനി പ്രാശാവലി കഴിക്കാനും ഒക്കെ ഇവരോട് പറഞ്ഞു കൊടുത്തു. ന്യൂട്രിചാർജ് മാൻ കഴിക്കാനും റൈസ് ബ്രാൻ ഓയിലൊക്കെ കഴിച്ച് ഡോക്ടർ രാജൻ സാറ് പറയണ പോലെ കുറെ ചിട്ടയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അവര് ചെയ്തു. 7 വർഷത്തിന് ശേഷമാണ് തോന്നുന്നു ഇങ്ങനെ ഒരു കുഞ്ഞു പെണ്ണ് അവർക്ക് ജനിച്ച്. നല്ല സുന്ദരി മോളല്ലേ, അതിന്റെ ഫോട്ടോ അയച്ചു തന്നതാ. ഇവരെയൊക്കെ കാണുമ്പോ എന്താ നമ്മുടെ സന്തോഷം, ശരിയല്ലേ? ഇനി ഞാൻ ഒരാളെ കൂടി കാണിച്ചു തരാവേ. വന്നോ അറിയില്ല, അതെ നല്ല മിടുക്കനായിട്ടുള്ള ഒരു മോനില്ലേ, കണ്ടോ? ഇതെന്റെ മോനാ, ഇതെന്റെ ന്യൂട്രിചാർജ് കിഡാണ്. കാരണം ന്യൂട്രിചാർജ് പ്രൊഡക്റ്റ് എടുത്തിട്ട് ഉണ്ടായ ആദ്യത്തെ മോനായത് ആരുഷ്. ഇപ്പൊ 8 വയസ്സായി. നല്ല ഭംഗിയില്ലേ ചിരിച്ചിരിക്കണ കാണാൻ? ആ കുഞ്ഞുമോളെ കണ്ടിട്ട് സന്തോഷം തോന്നിയില്ലേ? ഇതുപോലെ ഞാൻ കോളേജിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് എന്റെ സ്റ്റുഡൻസിന് കൊടുത്തിട്ട് 4 വർഷം കഴിഞ്ഞിട്ട് കൺസീവ് ആയ ഒരു റിസൾട്ട്. അങ്ങനെ ഒരുപാട് പേര്. സത്യത്തില് RCMൽ കൂടെ നമുക്ക് എന്ത് കിട്ടും എന്നുള്ളതല്ല, നമുക്ക് എന്തൊക്കെ കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ശരിക്കും ഇതിന്റെ ഏറ്റവും വലിയൊരു നന്മ. അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഒരു വാക്ക് കൊണ്ട് ഒരാളുടെ ലൈഫിൽ വലിയ ട്രാൻസ്ഫോർമേഷനാ സംഭവിക്കണേ. അപ്പോ ഇത് ശരിക്കും ഡോക്ടർ രാജൻ സാർ 2014 തുടങ്ങി എനിക്ക് ന്യൂട്രിചാർജ് വുമൺ സജസ്റ്റ് ചെയ്ത് തരുന്നുണ്ട്. ഞാൻ ഇത് ചിട്ടയായിട്ട് കഴിച്ചു തുടങ്ങിയത് ഹസ്ബൻഡ് ഞാൻ ചിട്ടയായിട്ട് കഴിച്ചു തുടങ്ങിയത് 2016-ലാണ്. 2016-17 എനിക്ക് കുഞ്ഞുണ്ടായി. പിന്നെ അങ്ങോട്ട് മുടങ്ങിയിട്ടില്ല, ഇപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതുപോലെ എന്റെ എക്സ്പീരിയൻസ് കേട്ടോണ്ട് ഒരുപാട് ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഡോക്ടർ രാജൻ സാർ അന്ന് പറഞ്ഞത് തന്നെ ഇന്നും പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇന്നും ആ റിസൾട്ട് കിട്ടുന്നുണ്ട്. ഇന്നും പല ആളുകൾക്ക്, സാറ് കാണാത്ത പല ആളുകൾക്കും പല കോണിൽ നിന്നും കൺസീവ് ആവുന്നുണ്ട്. കാരണം എന്താ, ന്യൂട്രിചാർജ് വുമൺ കഴിച്ച കുട്ടികൾ ഉണ്ടാവുന്നല്ല, ന്യൂട്രിചാർജ് വുമണിലുള്ള പല കണ്ടന്റുകൾ കൊണ്ടും നമ്മുടെ ശരീരത്തിലെ ഡെഫിഷ്യൻസീസ് മാറി നോർമലായിട്ട് കൺസീവ് ആവുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ശരീരത്തിലെ പോഷകങ്ങളുടെ ന്യൂനതകളെ മാറ്റാൻ ഇത് സഹായിക്കുന്നു. അപ്പൊ ഇതൊക്കെ എന്റെ ലൈഫിലെ എന്താ പറയാ കൊച്ചു കൊച്ചു സന്തോഷങ്ങളല്ല, വലിയ വലിയ സന്തോഷങ്ങളാ. നമുക്ക് ഒരാൾക്കൊരു സഹായം ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോ അതിനെന്നെ പ്രാപ്തരാക്കി എന്റെ എല്ലാ പ്രിയപ്പെട്ട ലീഡേഴ്സിനും, എസ്പെഷ്യലി ഡോക്ടർ രാജൻ സാറിനും അതുപോലെ തന്നെ റൂബി ഗിരീഷ് സാറിനും, അതുപോലെ എന്നെ എപ്പോഴും എന്ത് കാര്യത്തിനും എനിക്ക് സപ്പോർട്ട് തരുന്ന എന്റെ മെന്റേഴ്സ് ആയിട്ടുള്ള CRN മൂർത്തി സാറിനും അഖില മേഡത്തിനും, അതുപോലെ എല്ലാ പ്രിയപ്പെട്ട ലീഡേഴ്സ് എസ്പെഷ്യലി സുജിത് സാറിനും ഹേമന്ത് സാറിനും ഒക്കെ ഈ ഒരു അവസരത്തിൽ താങ്ക് യു പറയാണ്. ഒപ്പം ഇതൊരു എത്ര പേര് കമ്മിറ്റ്മെന്റോട് കൂടിയിട്ട് ഇത് ഏറ്റെടുക്കും? ഒരാൾക്കെങ്കിലും, ഞാൻ പറയണത് ഇന്നത്തെ ദിവസം കഴിഞ്ഞ് നാളെ ഒരാൾക്കെങ്കിലും ന്യൂട്രിചാർജ് വുമൺ ഞാൻ കൊടുക്കും എന്ന പൂർണ്ണ ധൈര്യമുള്ള ആൾക്കാർ ഒന്ന് തംസപ്പ് അടിച്ചേ, അല്ലെ ചാറ്റ് ബോക്സിൽ ഒരു യെസ് ഇട്ടേ. ഇത് എനിക്ക് വേണ്ടിയിട്ടല്ല, നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റണ നന്മയാണ്. നമ്മൾക്ക് നമ്മളോടുള്ള ഒരു കമ്മിറ്റ്മെന്റ്, നമ്മുടെ സൊസൈറ്റിയോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുന്ന ആളുകൾ ധൈര്യമായിട്ട് തംസപ്പെട്ടോളൂ, ധൈര്യമായിട്ട് തംസപ്പെട്ടോളൂ. എല്ലാവരുടെയും ലൈഫിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. നമ്മുടെ സമൂഹം ഹെൽത്തിയും ഹാപ്പിയുമായിട്ട് ഇരിക്കാനായിട്ട്, നല്ല സമൂഹത്തിന് വാർത്തെടുക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും മുന്നേറാം. എല്ലാവർക്കും വിജയാശംസകൾ നേരാണ്. എനിക്കൊരു അവസരം തന്നതിന് ഒരിക്കൽ കൂടി ഡോക്ടർ രാജൻ സാറിനും അതുപോലെ തന്നെ റൂബി ബിൻ സാറിനും റൂബി ഗിരീഷ് സാറിനും അതുപോലെ എല്ലാ പ്രിയപ്പെട്ട ലീഡേഴ്സിനും താങ്ക് യു പറയാണ്. താങ്ക് യു സോ മച്ച്. JRC മേരാ ചാർജ് ന്യൂട്രി ചാർജ്.